പോർഷൻസ് വായിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു ത്രില്ലായിട്ട് ഇത് എങ്ങോട്ടാ പോകുന്നതെന്ന് ഒരു പിടിയും കിട്ടാത്ത രീതിയിലാണ് അത് പോകുന്നത്. അപ്പൊ അതിന്റെ ട്രോളുകളും വന്നിട്ടുണ്ട്, വന്നായിരുന്നു, അത് ഞാൻ കണ്ടു, നല്ല രസമുണ്ടായിരുന്നു. അതെ, നമുക്കത് ഇത് എങ്ങോട്ടാ പോകുന്നത് അന്യന്റെ ഒരു ട്രോൾ നല്ല രസമുണ്ടായിരുന്നു. അത് രാവിലെ അമ്പി, വൈകുന്നേരം രാത്രി ആകുമ്പോ അന്യൻ കയറുന്നത്. അതൊരു ഇതുണ്ട്. ചില പ്രണയങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആൾക്കാർ ഒരിക്കലും റീപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ എത്ര കാലം കഴിഞ്ഞാലും നമ്മളെ അവരുടെ ഓർമ്മയിൽ അല്ലെങ്കിൽ അവരുടെ ക്വാളിറ്റിയിൽ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത ചില മനുഷ്യർ നമ്മുടെ ലൈഫിലുണ്ടാവും, എപ്പോഴും ഉണ്ടാവും. അങ്ങനെ ആൾക്കാർ ചിലപ്പോൾ ലവർ തന്നെ ഒന്നുമില്ല, ഫ്രണ്ടും ആവാം. അതെ അതെ, നമ്മൾ ചിലപ്പോൾ ഒരു ഹോസ്റ്റൽ മേറ്റോ അല്ലെങ്കിൽ ഈവൻ നമ്മുടെ കോളേജിൽ കൂടെ പഠിക്കുന്നവരോ കൊളീഗോ ആയിരിക്കട്ടെ, ആ ഒരു വൈബ് ഒരിക്കലും നമുക്ക് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ കിട്ടത്തില്ല. എനിക്ക് മെർക്കുറി ഐലൻഡ് അത് മലയാളത്തിൽ പറ്റത്തില്ല, അത് ഇംഗ്ലീഷിലേ പറ്റത്തുള്ളൂ. അത് പക്ഷേ എനിക്കത് വിഷ്വലൈസ് ചെയ്ത് കാണണമെന്ന് എൻ്റെ ഭയങ്കര ഒരു ആഗ്രഹം മരിക്കുന്നതിന് മുന്നേ. അപ്പോൾ അത് ഇംഗ്ലീഷിലേക്ക് എങ്ങനെയെങ്കിലും ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട്, പലപ്പോഴും നോക്കിയിട്ട് നടന്നില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഫ്യൂച്ചറിൽ ഇംഗ്ലീഷിലേക്ക് പോയിട്ട് ആരെങ്കിലും ചെയ്ത അത് വായിച്ചവർക്ക് മനസ്സിലാവും. ഇത്തിരി ഭയങ്കര ഒരു അവതാരൊക്കെ പോലുള്ള ഒരു സാധനം, അല്ലെങ്കിൽ ഹാരി പോട്ടറൊക്കെ കണക്കത്തുള്ള ഒരു ഫാന്റസിയും കാര്യങ്ങളൊക്കെ കൂടെ ഉള്ള സിനിമ എനിക്ക് പഠിക്കും. ഒറ്റ പടത്തിൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് പഠിക്കാൻ പറ്റും. പടം തന്നെ ഒരു ഇൻഡസ്ട്രിയിൽ ഹിറ്റ് ആയിരുന്നു. 2018 പോലെ ഒരു പടം ഇനി നമുക്കുണ്ടാവില്ല, അത്രയും നല്ല രീതിയിൽ ഉണ്ടാവുമായിരിക്കും. പക്ഷെ അതൊരു അധികം, ഞാൻ പറഞ്ഞില്ലേ, അതൊരു പരീക്ഷണം ചെയ്യാൻ എല്ലാവരും മടിക്കുന്ന ഒരു സ്ഥലമാണ്. പക്ഷെ അവിടെ അതൊരു ഹിറ്റ് ആക്കുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു, അതില് 2018 അഖിലിനും ഒരു നല്ല ഒരു പങ്കുണ്ടായിരുന്നു എന്നുള്ളത് അതിനെക്കാട്ടിയും വലിയൊരു കാര്യമാണ്. പെരിയാർ പുഴയുടെ സൈഡിൽ നിന്നിട്ടാണ് കഥ പറയുന്നത്. അപ്പൊ പുള്ളി ഇങ്ങനെ പുള്ളിയുടെ വിഷൻസ് ഒക്കെ ഇങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര പേടിയായി. എനിക്ക് എഴുതാനായിട്ട് ഇത് വെച്ച് തരികയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ചേട്ടാ ഇത് എനിക്ക് ഒറ്റയ്ക്ക് പറ്റില്ല. അപ്പൊ ചേട്ടൻ പറഞ്ഞു, എടാ ഞാനും ഉണ്ട് ഇതിൻ്റെ കൂടെ എഴുതാനായിട്ട്, നീ പേടിക്കണ്ട. ഞാൻ അങ്ങനെ ബന്ധങ്ങൾ ഉപയോഗിക്കാറില്ല, ഒരു ഇതിലും ഉപയോഗിക്കത്തില്ല. ഇപ്പൊ രാഷ്ട്രീയ എല്ലാവരെയും എനിക്കറിയാം, പക്ഷെ ഒരാളെ ഞാൻ വിളിക്കത്തില്ല. ഇപ്പോൾ എവിടെയെങ്കിലും ഇപ്പോൾ ഗവൺമെന്റ് ഓഫീസിൽ ഇപ്പോൾ എൻ്റെ വീട് ഇപ്പോൾ പണി കഴിഞ്ഞിട്ടേ ഉള്ളൂ, എനിക്കിപ്പോൾ ഒരു കെട്ടിട നമ്പർ കിട്ടണമെങ്കിൽ ഞാൻ പോയി ക്യൂ നിൽക്കും. എല്ലാ ദിവസം കയറി ഇറങ്ങിയാണ് പോകുന്നത്. ഞാൻ ആരെയും ശല്യപ്പെടുത്താറില്ല. ജൂഡാനി ജോസഫ്, ജൂഡേട്ട് എൻ്റെ സഹോദരനെ പോലെയാണ്. അപ്പോൾ അദ്ദേഹം എൻ്റെ ഓജോ ബോർഡ് വായിച്ചു കഴിഞ്ഞപ്പോൾ തൊട്ട് തന്നെ ഞങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. മെർക്കുറിയലിൻ്റെ പുള്ളി ബുക്കാവുന്നതിന് മുന്നേ എൻ്റെ നിന്ന് വാങ്ങി വായിച്ചതാണ്. ഞാനിത് അയച്ചു, മെയിൽ ചെയ്ത് കൊടുത്ത് പുള്ളി ഇരുന്ന് ഒറ്റ രാത്രി കൊണ്ട് വായിച്ചിട്ട് എന്നെ വിളിച്ചു. നന്നായിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ്. അതിൻ്റെ അകത്ത് കുറേ ഇൻവെസ്റ്റിഗേഷൻ നടന്നിട്ടുണ്ട്. ഈ പറഞ്ഞിട്ടുള്ള ആസ് എ റൈറ്റർ ഞാൻ കുറേ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് പറയുന്ന പല കാര്യങ്ങൾ സ്യൂഡോ സയൻസ് ആണ്. ഇപ്പോൾ ഒരാളുടെ ആസ്ട്രോ പ്രൊജക്ഷനെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ട്. കൂടുതൽ ഞാൻ പറയുന്നില്ല. ബാണാസുര ഡാമിനെ പറ്റി പറയുന്നുണ്ട്. ബാണാസുര ഡാമിനെ പറ്റി പറയുന്ന ഒരു മിത്ത് ഭയങ്കര ഒരു വലിയ സംഭവമാണ്. റാം കെയർ ഓഫ് ആനന്ദി എന്ന ഒറ്റ പുസ്തകം കൊണ്ട് നമ്മുടെ എല്ലാവരുടെയും മനസ്സ് കീഴടക്കിയ എഴുത്തുകാരൻ. എനിക്ക് കൂടുതൽ ഇൻട്രോയുടെ ഒന്നും ആവശ്യമില്ല. റാം കെയർ ഓഫ് ആനന്ദി തന്നെ വായിക്കാത്ത ആൾക്കാർ ചുരുക്കമായിരിക്കും. കാരണം കൊച്ചു കുട്ടികൾ മുതൽ എല്ലാവരും ആ പുസ്തകം വായിച്ചിട്ടുണ്ടായിരിക്കും. ആ പുസ്തകം എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അതിൻ്റെ എഴുത്തുകാരനെയും വളരെ സുപരിചിതമായിരിക്കും. റാം കെയർ ഓഫ് ആനന്ദി മാത്രമല്ല, എഴുതിയ ബാക്കി 3 പുസ്തകങ്ങളും എല്ലാവർക്കും പ്രിയപ്പെട്ടത്, വായിച്ചവരെല്ലാം വീണ്ടും വീണ്ടും അത് വായിക്കുകയും റെക്കമെൻഡ് ചെയ്യുകയും ചെയ്യുന്ന അത്രയും ബെസ്റ്റ് സെല്ലിംഗ് ബുക്കുകളുടെ ഒരു ഓഥറും കൂടിയായ, എനിക്ക് പേഴ്സണലി എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള എഴുത്തുകാരനും കൂടിയായ ശ്രീ അഖിൽ പി ധർമ്മജനാണ് നമ്മുടെ കൂടെ ഉള്ളത്. വെൽക്കം. താങ്ക് യു. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇന്ന് അഖിലിനെ ഇൻ്റർവ്യൂ ചെയ്യാൻ കഴിഞ്ഞതിൽ. കാരണം ഞാൻ കുറേ നാളായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഇവിടെ എന്നും പറയുന്നുണ്ടായിരുന്നു അഖിൽ പി ധർമ്മജൻ്റെ ഇൻ്റർവ്യൂ ഉണ്ട്. അപ്പോൾ ഞാൻ തന്നെ ആദ്യം പറഞ്ഞു, ചേട്ടാ ഞാൻ തന്നെ എടുക്കണം. അങ്ങനെ ചോദിച്ചു വാങ്ങിച്ച ഒരു ഇൻ്റർവ്യൂ ആണിത്. കാരണം ഞാൻ വായിക്കുന്നത് റാം കെയർ ഓഫ് ആനന്ദിയാണ് ആദ്യമായിട്ട്. വായിക്കുന്ന വർഷം ഇറങ്ങി കുറേ നാൾ കഴിഞ്ഞിട്ടാണ് ഞാൻ പുസ്തകം വായിക്കുന്നത്. ഞാൻ കുറേ വർഷങ്ങൾക്ക് ശേഷം ഒറ്റയിരിപ്പിന് വായിച്ചു തീർന്ന പുസ്തകമാണ് അത്. അതിനുശേഷം ഇമോഷണലി എനിക്ക് ഭയങ്കരമായിട്ട് കുറച്ചധികം എന്നെ കരയിപ്പിച്ചൊരു പുസ്തകം കൂടി. വെൽക്കം. നമ്മൾ ആദ്യമായിട്ട് റാം കെയർ ഓഫ് ആനന്ദിയിൽ നിന്ന് തന്നെ തുടങ്ങാം. ജനങ്ങൾ ഏറ്റവും കൂടുതൽ സ്വീകരിച്ചത് അതായിരിക്കും. അപ്പോൾ റാം കെയർ ഓഫ് ആനന്ദി എഴുതുന്ന ആ സമയത്ത് ലൈഫുമായിട്ട് എവിടെയെങ്കിലും ആ ചെന്നൈയിൽ നടന്ന സംഭവങ്ങൾക്കും മല്ലിക്കുമൊക്കെ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? കുറേ കണക്ഷൻസ് ഉണ്ട്. ഞാൻ ചെന്നൈയിലാണ് പഠിച്ചത്. അപ്പോൾ ചെന്നൈയിൽ പോയത് തന്നെ ഫിലിം അക്കാഡമി കോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം എൻ്റെ കഥാപാത്രം അങ്ങനെ തന്നെ പോകുന്നു. അപ്പം ഞാൻ അനുഭവിച്ചിട്ടുള്ള കുറച്ച് എക്സ്പീരിയൻസ് ഈ കഥാപാത്രം അതിൻ്റെ തലയിൽ അടിച്ചേൽപ്പിച്ച കണക്ക് അങ്ങനെയാണ്. പിന്നെ മല്ലിയുടെ കാര്യം പറയുകയാണെങ്കിൽ മല്ലിയെപ്പോലുള്ള ഒരുപാട് പേരെ എനിക്ക് അവിടെ അറിയാമായിരുന്നു. അപ്പം അങ്ങനെയാണ് റാം കെയർ ഓഫ് ആനന്ദിയിലെ കഥാപാത്രങ്ങൾ രൂപപ്പെട്ടത്. പാട്ടിയാണെങ്കിലും രേഷ്മയാണെങ്കിലും വെറ്റിയാണെങ്കിലും എൻ്റെ സൗഹൃദങ്ങളിൽ നിന്നിട്ടൊക്കെ രൂപപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ റിയലായിട്ട് 100% ആ വ്യക്തി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കണ്ടിട്ടുള്ള പല വ്യക്തികളുടെ ഓരോ വേർഷൻ ബെസ്റ്റ് സാധനങ്ങൾ എടുക്കും. ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിന് ഇപ്പോൾ ഒരു നല്ലൊരു ക്വാളിറ്റി ഉണ്ടെങ്കിൽ ഞാൻ
ആ ഒരു ക്വാളിറ്റി ചിലപ്പോൾ പിക്ക് ചെയ്തിട്ട് ഒരു കഥാപാത്രത്തിന് കൊടുക്കും. കൊടുക്കും. നേരെ കുറച്ച് വേറൊരു ഫ്രണ്ടിന് നല്ലൊരു ക്വാളിറ്റി ഉണ്ടെങ്കിൽ അത് പിക്ക് ചെയ്തിട്ട് ഈ കഥാപാത്രത്തിന് തന്നെ കൊടുക്കും. അപ്പൊ ഈ റാം എന്ന് പറഞ്ഞ കഥാപാത്രത്തിന് എനിക്ക് കുറെ ഇഷ്ടമുള്ള കുറച്ച് ക്വാളിറ്റികൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ എത്രയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് ശതമാനമുണ്ട്. ബാക്കി ഈ പറഞ്ഞ എനിക്ക് ഇഷ്ടമുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം. അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് കണക്ട് ആയിട്ടുള്ള ഒരു ഡയലോഗുണ്ട്. ഈ കരിമീൻ്റെ ഒരു കാര്യം പറയുന്നുണ്ട്. നമ്മൾ പ്രണയത്തിലാകുന്ന സമയത്ത് എല്ലാ വ്യക്തികളും അങ്ങനെ ആകണം എന്നില്ല. പക്ഷെ അങ്ങനെ ആവുന്ന വ്യക്തികൾക്ക് ഈ കരിമീൻ, ഞാനൊരു റിയാലിറ്റി പറയട്ടെ, അതിനുശേഷം ഞാൻ കരിമീൻ കഴിച്ചിട്ടില്ല. ശരിക്കും. കാരണം അങ്ങനെയുള്ള ഒരാൾ കരിമീൻ അതിൻ്റെ ഇണയെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതൊരിക്കലും വേറൊരാളെ സ്വീകരിക്കില്ല എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു നമുക്ക് മനസ്സിൽ കുറച്ച് തട്ടുന്ന ഒരു സാധനമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് എവിടെ നിന്നാണ് കേട്ടത്, അല്ലെങ്കിൽ അതെന്താണ് അങ്ങനെ ഒരു വാചകം, അല്ലെങ്കിൽ അങ്ങനെ ഒരു അത്രയും ഭാഗം എഴുതി തീർക്കാനുണ്ടായ ഒരു ചേതോവികാരം എന്തായിരുന്നു? ഇല്ല, കരിമീൻ്റെ കാര്യം അത് ഞങ്ങൾ ആലപ്പുഴ സൈഡായതുകൊണ്ട് തന്നെ എനിക്ക് ഈ കായൽ, കരിമീൻ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എനിക്ക് ഒരുപാട് അതിനെപ്പറ്റിയൊക്കെ ഇങ്ങനെ കേൾക്കാറുണ്ട്. റേഡിയോയിലാണെങ്കിലും ഇപ്പോൾ തണ്ണീർമക്കം ബണ്ട് തുറന്നു, ചെമ്മീൻ ഇറങ്ങി, അങ്ങനെയൊക്കെ നമ്മളിങ്ങനെ വാർത്തയിൽ കുട്ടിക്കാലം തൊട്ട് കേൾക്കുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് ഈ കരിമീനിനെ പറ്റിയിട്ട് ഞാൻ റേഡിയോയിൽ കേട്ടതാണ്. അപ്പൊ എനിക്കത് ഭയങ്കര കൗതുകം തോന്നി. അപ്പൊ നമ്മൾ അതിനു മുൻപ് വേഴാമ്പലിന്റെ അങ്ങനെ പിന്നെ അതിനുശേഷം പറയുന്ന കേട്ടു ഞണ്ട് അങ്ങനെയാന്ന് പറയുന്നു. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് ജീവികളുണ്ട് നമുക്ക് ചുറ്റിനും. അപ്പൊ എനിക്ക് ആ റാമിന്റെയും ആനന്ദിയുടെ ആ ഒരു പോർഷനിൽ ഞാൻ ഒരുപാട് ഡയലോഗ്സ് എഴുതി നോക്കിയിട്ട് എനിക്കത് അത്രയൊന്നും യോജിക്കുന്നില്ല. അപ്പൊ എനിക്ക് ഈ ഒരു സാധനം പെട്ടെന്ന് സ്പാർക്ക് ചെയ്തു. അപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, വിഷ്ണു എന്ന് പറയുന്ന, അവനും ഇങ്ങനെ വന്നിട്ട് എനിക്ക് ഇതിനെപ്പറ്റി പറഞ്ഞടാ, ഇതിങ്ങനെയാണ്, ഇത് ഞാനും ഇതിനെപ്പറ്റി സ്റ്റഡി ചെയ്തതാണെന്ന് പറഞ്ഞു. ഞാൻ കൂടുതലായിട്ട് അതിനെപ്പറ്റി അന്വേഷിച്ചിട്ട് എഴുതിയതാണ്. അപ്പൊ ആ ഒരു പോർഷൻ കുറെ ആൾക്കാർ അത് സ്ട്രൈക്ക് ചെയ്തു. ഇത് പറഞ്ഞ പോലെ തന്നെ ചില ആൾക്കാർ ചിലപ്പോൾ അത് കഴിക്കത്തില്ല എന്ന്. ലൈഫിൽ ഏറ്റവും റിയൽ ആയിട്ടൊരു പ്രണയം സംഭവിച്ചു കഴിഞ്ഞാൽ ചില മനുഷ്യന്മാർക്ക് ഒരു അതൊരു ഇതുണ്ട്. ചില പ്രണയങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആൾക്കാരെ ഒരിക്കലും റീപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ എത്ര കാലം കഴിഞ്ഞാലും അവരുടെ ഓർമ്മയിൽ അല്ലെങ്കിൽ അവരുടെ ക്വാളിറ്റിയിൽ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത ചില മനുഷ്യർ നമ്മുടെ ലൈഫിലുണ്ട്, എപ്പോഴും ഉണ്ടാവും. അങ്ങനെ ആൾക്കാർ ചിലപ്പോൾ ലവർ തന്നെ ഒന്നുമില്ല, ഫ്രണ്ടും ആവാം. അതെ അതെ, നമ്മൾ ചിലപ്പോൾ ഒരു ഹോസ്റ്റൽ മേറ്റോ അല്ലെങ്കിൽ ഈവൻ നമ്മുടെ കോളേജിൽ കൂടെ പഠിക്കുന്നവരോ കൊളീഗോ ആയിരിക്കട്ടെ, ആ ഒരു വൈബ് ഒരിക്കലും നമുക്ക് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ കിട്ടത്തില്ല. അപ്പൊ ഞാൻ എപ്പോഴും അങ്ങനെ ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ ഞാൻ മാക്സിമം അവരുമായിട്ട് മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നോക്കും. പിന്നെ അത് മാത്രമല്ല, ഒരാൾ നഷ്ടപ്പെട്ടു പോവാം, മരണപ്പെട്ടു പോവാം, അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. മനുഷ്യരെന്ന് പറയുമ്പോൾ ഓരോ ആൾക്കാർക്കും വെവ്വേറെ ജനിച്ചു, പല സ്ഥലത്തു നിന്ന് വരുന്നു, പല ആയുസ്. അപ്പൊ എപ്പോഴാണ് ഇത് നഷ്ടപ്പെട്ടു പോകുന്നതെന്ന് അറിയില്ല. അപ്പൊ ഉള്ള സമയം ബെസ്റ്റ് ടൈം മാക്സിമം നമ്മൾ കുറെ മെമ്മറീസ് ഉണ്ടാക്കുക, ഹാപ്പിനെസ് പഴക്കിടാതെ ഹാപ്പിനെസ് ഷെയർ ചെയ്യുക, അതിന്റെ ഒരു ഇതാണ്. റാം കെയർ ഓഫ് ആനന്ദി ഞാൻ കണ്ടിട്ടുണ്ട്. വലിയ പ്രായമുള്ള ആൾക്കാർ വായിക്കുന്നു, അറ്റ് ദ സെയിം ടൈം എൻ്റെ ചേച്ചിയുടെ മോള് വായിക്കുന്നു. ഏകദേശം 9-10 വയസ്സേ ഉള്ളൂ. അപ്പോൾ ഇവർക്കെല്ലാവർക്കും കണക്റ്റ് ആവുന്ന എന്തോ ഒരു സംതിങ് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സാധനം, ഹുക്ക് ചെയ്യുന്ന ഒരു സാധനം റാം കെയർ ഓഫ് ആനന്ദിയിലുണ്ട്. അതായത് നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ ആ ലെവലിൽ തന്നെ പിടിച്ചിരുത്തുന്ന ഒരു സാധനം. ആ ഒരു മെമ്മറി ക്രിയേറ്റ് ചെയ്യാൻ ഒരുപാട് യാത്രകൾ ചെയ്യേണ്ടി വന്നു. ഇപ്പോൾ ചെന്നൈയിലാണ് പഠിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ മനുഷ്യരെ എപ്പോഴെങ്കിലും റീക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവരിങ്ങനെയല്ല, അവരെങ്ങനെയാവണം എന്നുള്ളൊരു ഇത് എഴുതുന്നതിന് മുമ്പ് തന്നെ ആൾക്കാരെ മനസ്സിൽ ഒന്ന് ഇതാക്കുമോ, നമ്മൾ ഇങ്ങനെ ഒരു കഥാപാത്രത്തിന് രൂപം കൊടുക്കണം എന്ന് ചിന്തിക്കാറുണ്ടോ? അങ്ങനെ രൂപപ്പെടുത്തത്തൊന്നുമില്ല. ഞാനിങ്ങനെ എഴുതി പോകുന്ന സമയത്ത് ഈ ഒരു ഷെയ്ഡ് ചിലപ്പം ഒരു നെഗറ്റീവ് ഷെയ്ഡ് കയറി വരും, ചിലപ്പോൾ ഒരു പോസിറ്റീവ് ഷെയ്ഡ് കയറി വരും, ചിലപ്പോൾ ഒരു ഇപ്പൊ ഇതിൻ്റെ അകത്താണെങ്കിൽ രേഷ്മയുടെ കഥാപാത്രം, എനിക്ക് രേഷ്മ എന്ന് പറഞ്ഞൊരു കൂട്ടുകാരി ഉണ്ടായിരുന്നു. പുള്ളിക്കാരി ഭയങ്കര അടിപൊളി വൈബ്, കൊച്ചിലോട്ടുള്ള കൂട്ടുകാരിയാണ്. അപ്പൊ അവളുടെ കുറെ ക്വാളിറ്റികൾ എനിക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റി. അപ്പൊ അതുപോലെ തന്നെ വെട്രിയുടെ ആണെങ്കിൽ വെട്രീനെ പോലെ ഒരു ആള് എൻ്റെ കൂടെ പഠിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ കുറച്ച് കൂട്ടുകാരുണ്ട്, എന്ത് വന്നാലും നമുക്ക് നോക്കാം എന്ന് പറയുന്ന ആൾക്കാർ. അങ്ങനെ ഒരു കഥാപാത്രം വെട്രി. പിന്നെ ആനന്ദിയുടെ ആണെങ്കിൽ ഒരു അതായിരുന്നു എനിക്ക് കിട്ടാത്തൊരു സാധനം, ആനന്ദിയും മല്ലിയും. ഈ 2 സാധനങ്ങൾ ഞാൻ എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരു പീക്കിൽ പോകുന്ന 2 കഥാപാത്രങ്ങളാണ്. അതില് മല്ലി കുറച്ചുകൂടെ സ്പെഷ്യലാണ്. ഈ പറയുന്ന കണക്ക് കുറച്ച് ആൾക്കാരിൽ നിന്നിട്ട് കേട്ട കഥകളും അവരുടെ എക്സ്പീരിയൻസും ഞാൻ അവിടെ നിന്നപ്പോൾ ഉണ്ടായ കുറെ കാര്യങ്ങളും ഒക്കെ കൂടെ ചേർത്തിട്ടുള്ള ഒരു ഇതാണ്. ആനന്ദി ആണെങ്കിൽ എനിക്ക് ഒന്നും അറിയാത്ത ഒരു സംഭവത്തിലേക്ക് ഞാൻ എത്തിപ്പെടുകയാണ്. അത് സ്റ്റഡി ചെയ്ത ഒരു കാലഘട്ടമുണ്ട്. അതെനിക്ക് ഭയങ്കര ഒരു നല്ല ഞാനിവിടെ എറണാകുളത്ത് വെച്ചിട്ട് അതിന്റെ ക്ലൈമാക്സിൽ അറിയാലോ, എറണാകുളമാണ് ബേസ്. ഈ ചെന്നൈയിൽ നിന്ന് എറണാകുളമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഞാനിവിടെ എല്ലാം ട്രാവൽ ചെയ്തു. അപ്പോൾ അതിൽ തന്നെ പല ഭാഗങ്ങൾ വായിച്ചാലും നമുക്കറിയാം അതിലൊരു ഇൻവെസ്റ്റിഗേഷൻ അതിൽ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ഈ ഒരു കഥാപാത്രത്തിൻ്റെ
ഇപ്പം നമ്മൾ കാണുന്നപ്പോൾ ഞാൻ റാം കെയർ ഓഫ് ആനന്ദിയിൽ തുടങ്ങിയതാണ്. ഇപ്പോൾ വായിച്ചിട്ടുള്ള എല്ലാ പുസ്തകങ്ങളിലും എന്തെങ്കിലും ഒരു നമുക്ക് റിലേറ്റ് ചെയ്യുന്ന ഇപ്പോൾ നടന്നിട്ടുള്ള സംഭവങ്ങളുമായിട്ട് എല്ലാം കണക്റ്റഡ് ആണ്. അപ്പോൾ ഇത് ഇങ്ങനെ എഴുതണം അല്ലെങ്കിൽ അങ്ങനെ വന്നു പോകുന്നതാണോ? എന്താണ് അതിൻ്റെ ഒരു പിന്നിലുള്ള രഹസ്യം? ഇല്ല, ഇപ്പൊ റാം കെയർ ഓഫ് ആനന്ദിയിൽ നിന്ന് ഇപ്പൊ പുതിയ ബുക്ക് രാത്രി 12-ന് ശേഷം അതിൻ്റെ അകത്ത് കുറേ ഇൻവെസ്റ്റിഗേഷൻ നടന്നിട്ടുണ്ട്. ഈ പറഞ്ഞിട്ടുള്ള ആസ് എ റൈറ്റർ ഞാൻ കുറേ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പൊ അതിൻ്റെ അകത്ത് പറയുന്ന പല കാര്യങ്ങൾ സ്യൂഡോ സയൻസ് ആണ്. ഇപ്പോൾ ഒരാളുടെ ആസ്ട്രോ പ്രൊജക്ഷനെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ട്. കൂടുതൽ ഞാൻ പറയുന്നില്ല. ബാണാസുര ഡാമിനെ പറ്റി പറയുന്നുണ്ട്. ബാണാസുര ഡാമിനെ പറ്റി പറയുന്ന ഒരു മിത്ത് ഭയങ്കര ഒരു വലിയ സംഭവമാണ്. ചില പോർഷൻസ് വായിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു ത്രില്ലായിട്ട് ഇത് എങ്ങോട്ടാ പോകുന്നതെന്ന് ഒരു പിടിയും കിട്ടാത്ത രീതിയിലാണ് അത് പോകുന്നത്. അപ്പൊ അതിന്റെ ട്രോളുകളും വന്നിട്ടുണ്ട്. വന്നായിരുന്നു, ഞാൻ കണ്ടു, നല്ല രസമുണ്ടായിരുന്നു. അതെ, നമുക്കത് ഇത് എങ്ങോട്ടാ പോകുന്നത് അന്യന്റെ ഒരു ട്രോൾ നല്ല രസമുണ്ടായിരുന്നു. അത് രാവിലെ അമ്പി, വൈകുന്നേരം രാത്രി ആകുമ്പോ അന്യൻ കയറുന്നത്. കഥാപാത്രങ്ങളെ തെരഞ്ഞെടുത്ത് എഴുതുക എന്നുള്ളതില് ആക്ച്വലി വളരെ ക്വാളിറ്റി കീപ്പ് ചെയ്യുന്നത് നമുക്ക് പല കഥയിലും കണ്ടിട്ടുണ്ട്. കഥാപാത്രങ്ങൾക്കെല്ലാം ഒരു നരേഷൻ ഉണ്ടായിരിക്കും, നമുക്കൊരു സംശയമില്ല എങ്ങും ഇന്നാളാണെന്നുള്ളൊരു ഇത് കിട്ടും. അതുപോലെ തന്നെ ഇപ്പൊ 2018 എന്ന് പറയുന്ന ഒരു സിനിമ, ആ സിനിമയുടെ സ്ക്രിപ്റ്റ്, അപ്പോ അത് പലർക്കും അങ്ങനെ അറിയത്തില്ല. അതിന്റെ പിന്നിലുള്ള ഒരു കഥ എങ്ങനെയാണ്, അതിലേക്ക് വരുന്നത് എങ്ങനെയാണ്? അതിപ്പോ ജൂഡാനി ജോസഫ്, ജൂഡേട്ടൻ എന്റെ സഹോദരനെ പോലെയാണ്. അപ്പൊ അദ്ദേഹം എന്റെ ഓജോ ബോർഡ് വായിച്ചു കഴിഞ്ഞപ്പോ തൊട്ട് ഞങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. മെർക്കുറിയലിന്റെ പുള്ളി ബുക്ക് ആവുന്നതിന് മുന്നേ എന്റെ കയ്യിൽ നിന്ന് വാങ്ങി വായിച്ചതാണ്. ഞാനിത് അയച്ചു, മെയിൽ ചെയ്ത് കൊടുത്ത് പുള്ളി ഇരുന്ന് ഒറ്റ രാത്രി കൊണ്ട് വായിച്ചിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞാൽ അത് നന്നായിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പം അന്നോട്ട് തന്നെ ഒരു ഡയറക്ടർ റൈറ്റർ എന്നല്ലാതെ ആലപ്പുഴ വരുമ്പോൾ വിളിക്കും, ഷൂട്ടിംഗ് അവിടെ ഉണ്ടെങ്കിൽ എന്നെ ലൊക്കേഷനിൽ വിളിക്കും. ലൊക്കേഷൻ ഫുഡൊക്കെ ഞാൻ അങ്ങനെ കഴിക്കുന്നത്. അപ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് പോകുമായിരുന്നു, എങ്കിലും ഇവരുടെ കൂടെ ചെല്ലുമ്പോൾ കിട്ടുന്ന ഒരു പ്രയോറിറ്റി ഉണ്ട്. അപ്പൊ അതൊക്കെ ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ട് പലപ്പോഴും, പക്ഷെ ഇയാളോട് എനിക്ക് ചാൻസ് ചോദിക്കാനോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. നമ്മുടെ ഒരു സഹോദരനോട് നമ്മളൊരിക്കലും ഞാൻ അങ്ങനെ ബന്ധങ്ങൾ ഉപയോഗിക്കാറില്ല, ഒരു ഇതിലും ഉപയോഗിക്കത്തില്ല. ഇപ്പൊ രാഷ്ട്രീയ എല്ലാവരെയും എനിക്ക് അറിയാം, പക്ഷെ ഒരാളെ ഞാൻ വിളിക്കത്തില്ല. ഇപ്പോൾ എവിടെയെങ്കിലും ഇപ്പോൾ ഗവൺമെന്റ് ഓഫീസിൽ ഇപ്പോൾ എന്റെ വീട് ഇപ്പോൾ പണി കഴിഞ്ഞിട്ടേ ഉള്ളൂ, എനിക്കിപ്പോൾ ഒരു കെട്ടിട നമ്പർ കിട്ടണമെങ്കിൽ ഞാൻ പോയി ക്യൂ നിൽക്കും. എല്ലാ ദിവസം കയറി ഇറങ്ങിയാ പോകുന്നത്, ഞാൻ ആരെയും ശല്യപ്പെടുത്താറില്ല. അപ്പൊ ജൂഡേട്ടൻ ഇങ്ങനെ വിളിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, നമ്മൾ ഇടയ്ക്ക് കാണുന്നുണ്ട്. അപ്പൊ എങ്കിലും ഞാനിങ്ങനെ ചോദിക്കണം, അല്ലേ വേണ്ട കുഴപ്പമില്ല പോട്ടെ, അങ്ങനെ തന്നെ നിൽക്കട്ടെ, അതാ നല്ലതെന്ന് വിചാരിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചെന്നൈയിൽ റാം കെയർ ഓഫ് ആനന്ദി എഴുതിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഏകദേശം കഴിയാറായി. അപ്പൊ ആ സമയത്ത് തന്നെ വിളിച്ചിട്ട് പറഞ്ഞു ആലുവയിലേക്ക് വാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ചേട്ടാ ഞാനിങ്ങനെ ചെന്നൈയിലാണ്, നീ ബാഗ് എടുത്ത് പോരെന്ന് പറഞ്ഞു. അപ്പൊ എനിക്കത് അത്ര, ഞാൻ എഴുതുമല്ലേ പിന്നെന്താ ഇത് എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ട്രെയിൻ കയറി ഇവിടെ വന്നു. അങ്ങനെ ആലുവയിലെ ഒരു കിഴക്കദേശം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടെയാണ് നിന്നിട്ട് ഒരു ഫ്ലാറ്റിന്റെ സൈഡിൽ നിന്നിട്ട് പെരിയാർ പുഴയുടെ സൈഡിൽ നിന്നിട്ടാണ് കഥ പറയുന്നത്. അപ്പൊ പുള്ളിയുടെ വിഷൻസ് ഒക്കെ ഇങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര പേടിയായി, എനിക്ക് എഴുതാനായിട്ട് ഇത് വെച്ച് തരികയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടാ ഇത് എനിക്ക് ഒറ്റക്ക് പറ്റില്ല. അപ്പൊ ചേട്ടൻ പറഞ്ഞു എടാ ഞാനും ഉണ്ട് ഇതിൻ്റെ കൂടെ എഴുതാനായിട്ട്, നീ പേടിക്കണ്ട. അപ്പൊ ആ ഒരു ധൈര്യപ്പെടുത്തൽ എനിക്ക് ഭയങ്കര ഒരു ധൈര്യപ്പെടുത്തലായിരുന്നു, കോൺഫിഡൻസ് കിട്ടി, ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. പിന്നെ അല്ലാതെ ഈ നമ്മൾ ഈ ചെറിയ സെൽഫ് പബ്ലിഷ് ചെയ്ത ആളാണ്, എനിക്കറിയാം, അത് ഞാൻ വായിച്ചു. അതെനിക്കൊരു ഭയങ്കര മോട്ടിവേഷൻ കിട്ടിയത്. ആസ് ഞാനും ചെറുതായിട്ട് എഴുതുന്ന ഒരാളായതുകൊണ്ട് തന്നെ എനിക്കൊരു റൈറ്റർ ആദ്യമായിട്ട് എഴുതിയ പുസ്തകം ഓജോ ബോർഡ് എഴുതിയിട്ട് പബ്ലിഷ് ചെയ്യാൻ ഒരു സ്ഥലം കിട്ടിയില്ല, സ്വന്തമായിട്ട് തന്നെ പബ്ലിഷ് ചെയ്തു. അതിനുശേഷം ഇങ്ങോട്ട് വരികയാണ് അവസരങ്ങൾ. അപ്പോൾ ഞാൻ പറയുന്നത് ഇത്രയും വിറ്റഴിഞ്ഞൊരു റാം കെയർ ഓഫ് ആനന്ദി പോലത്തെ ഒരു പുസ്തകം വേറെ ഉണ്ടോ എന്നുള്ളത് സംശയമാണ്. അപ്പോൾ അതൊരാളുടെ നേട്ടം തന്നെയാണ്. അത് അഖിലിനെ സംബന്ധിച്ചിടത്തോളം ഒരു പൊൻതൂവലായിട്ട് തന്നെ നിൽക്കും. കുഴപ്പമില്ല. അപ്പൊ ഞാൻ അതാണ്, അപ്പൊ ആ ഒരു എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ എഴുതാനായിട്ടും ഒരു ധൈര്യപ്പെടുത്തലുണ്ടായി. പിന്നെ പിറ്റേ ദിവസം തൊട്ട് എഴുതാൻ തുടങ്ങി. പിന്നെ ജൂഡേട്ടനും വന്നിരുന്നിട്ട് ഡിസ്കസ് ചെയ്യും, നമ്മള് ചിലപ്പോൾ വഴക്കിടും അങ്ങോട്ടും ഇങ്ങോട്ടും, അത് മാറ്റണം ഇത് മാറ്റണം എന്ന് പറയും. ജൂഡേട്ടൻ ദേഷ്യം നമ്മളിപ്പോ വർക്കിന്റെ അകത്ത് പുള്ളി പക്ക പെർഫെക്റ്റ് അല്ലെങ്കിൽ ചിലപ്പോൾ ദേഷ്യപ്പെട്ടേക്കാം, പക്ഷെ അതിന്റെ എൻഡ് ഓഫ് ദി ഡേ എന്ന് പറയുമ്പോൾ എല്ലാം മാറിയിട്ടുണ്ട്. എടാ വിട്ടേക്ക്, അത്രേ ഉള്ളൂ, കഴിഞ്ഞു അതവിടെ. പക്ഷെ ഞങ്ങൾ തമ്മിൽ വഴക്കിടുവാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിടാറുണ്ട്. അതൊരു സീരിയസ് വഴക്കല്ല, ടെമ്പററി ആണ്, അത്രേ ഉള്ളൂ. അല്ലാതെ ഒന്നും വർക്കിൽ പുള്ളി പക്കയാണ്. ഞാൻ എപ്പോഴും ഓരോ കാര്യങ്ങൾ പഠിക്കാറുണ്ട് പുള്ളിയുടെ. ഇപ്പൊ സ്ക്രിപ്റ്റിങ്ങിലാണെങ്കിൽ എന്നെ കുറെ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നു, പഠിപ്പിച്ചു തന്നു. ലൊക്കേഷനിൽ ഞാൻ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തു പുള്ളിയോട് 2018. അപ്പൊ നമുക്ക് ചീത്ത കിട്ടുവാണെങ്കിൽ എന്തിനാണ് ഈ ചീത്ത കിട്ടിയത് എന്നുള്ളത് പുള്ളി പറഞ്ഞു തരും. അല്ലാതെ ചുമ്മാ ചീത്ത പറഞ്ഞിട്ട് അങ്ങ് പോയില്ല, ഞാൻ നിന്നെ ചീത്ത പറഞ്ഞ ഇതിനു വേണ്ടിയിട്ടാ, നാളെ നീ ഇത് ചെയ്യരുത് എന്ന് പറയും. അപ്പൊ ആ ഒരു സംഭവം നന്നായിട്ട് പഠിക്കാൻ പറ്റും നന്നായിട്ട്. സിനിമ എനിക്ക് ഒറ്റ പടത്തിൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് പഠിക്കാൻ പറ്റും. പടം തന്നെ ഒരു ഇൻഡസ്ട്രിയിൽ ഹിറ്റ് ആയിരുന്നു. 2018 പോലെ ഒരു പടം ഇനി
നമുക്കുണ്ടാവില്ല അത്രയും നല്ല രീതിയിൽ. ഇല്ല ഉണ്ടാവുമായിരിക്കും, പക്ഷെ അതൊരു അധികം ഞാൻ പറഞ്ഞില്ലേ അതൊരു പരീക്ഷണം ചെയ്യാൻ എല്ലാവരും മടിക്കുന്ന ഒരു സ്ഥലമാണ്. പക്ഷെ അവിടെ അതൊരു ഹിറ്റ് ആക്കുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു അതില് 2018 അഖിലിനും ഒരു നല്ല ഒരു പങ്കുണ്ടായിരുന്നു എന്നുള്ളത് അതിനെക്കാട്ടിയും വലിയൊരു കാര്യമാണ്. അതെ അതെ, പലർക്കും അറിയില്ല. ഞാനിപ്പോ അത് മെർക്കുറി ഐലൻഡ് എന്ന് പറയുന്ന പുസ്തകം വായിക്കുന്ന ഞാൻ ആദ്യം വായിച്ചത് പറഞ്ഞല്ലോ റാം കെയർ ഓഫ് ആനന്ദി ആയിരുന്നു. അപ്പോൾ ആദ്യം സിനിമയായിട്ട് എനിക്ക് കാണണം എന്ന് ആഗ്രഹം വന്നത് റാം കെയർ ഓഫ് ആനന്ദിയാണ്. അതേസമയം മെർക്കുറി ഐലൻഡ് വായിച്ചു കഴിഞ്ഞപ്പോൾ അത് കുറച്ചും കൂടെ സിനിമയായിട്ട് കണ്ടാൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. അപ്പോൾ ഈ 4 പുസ്തകങ്ങൾ എഴുതിയല്ലോ, അപ്പോൾ ഈ 4 പുസ്തകങ്ങളിൽ ഏത് പുസ്തകം ഇപ്പോൾ സിനിമയായിട്ട് കാണണമെന്നാണ് ഒരു ആഗ്രഹം, ഒരു റൈറ്റർ എന്നതൊരു. എനിക്ക് മെർക്കുറി ഐലൻഡ് അത് മലയാളത്തിൽ പറ്റത്തില്ല, അത് ഇംഗ്ലീഷിലേ പറ്റത്തുള്ളൂ. അത് പക്ഷേ എനിക്കത് വിഷ്വലൈസ് ചെയ്ത് കാണണമെന്ന് എൻ്റെ ഭയങ്കര ഒരു ആഗ്രഹം മരിക്കുന്നതിന് മുന്നേ. അപ്പോൾ അത് ഇംഗ്ലീഷിലേക്ക് എങ്ങനെയെങ്കിലും ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട്, പലപ്പോഴും നോക്കിയിട്ട് നടന്നില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഫ്യൂച്ചറിൽ ഇംഗ്ലീഷിലേക്ക് പോയിട്ട് ആരെങ്കിലും വല്ല ജെയിംസ് ക്യാമറോൺ ചെയ്ത അത് വായിച്ചവർക്ക് മനസ്സിലാവും ഇത്തിരി ഭയങ്കര ഒരു അവതാരൊക്കെ പോലുള്ള ഒരു സാധനം, അല്ലെങ്കിൽ ഹാരി പോട്ടർ ഒക്കെ കണക്കത്തുള്ള ഒരു ഫാന്റസിയും കാര്യങ്ങളൊക്കെ കൂടെ ഉള്ള ഈ ഒരു പുസ്തകം എഴുതാൻ ഇപ്പൊ മെർക്കുറി ഐലൻഡ് 400 സംതിങ് പേജോളം ഉണ്ട്. അപ്പൊ ആ പുസ്തകം ഇപ്പോൾ അത്രയും വലിയൊരു പുസ്തകം എഴുതി തീർക്കാൻ എത്രത്തോളം ഹോംവർക്ക് ചെയ്തു, അല്ലെങ്കിൽ എത്രത്തോളം സമയം എടുത്തു? എനിക്ക് 17 വയസ്സുള്ളപ്പോൾ +2 വെക്കേഷൻ സമയത്താണ് ഞാനത് എഴുതി തുടങ്ങിയത്. ഞാൻ ചെന്നൈയിൽ പഠിക്കുന്ന സമയത്താണ് അത് എഴുതി തീർക്കുന്നത്. 25 വയസ്സ് ആ ഒരു ടൈം 8 വർഷം എടുത്തു. അപ്പം എൻ്റെ ആ ഒരു ടീനേജിൽ നിന്നിട്ട് നമ്മളൊരു യുവാവാകുന്ന ആ ഒരു കാലഘട്ടം വരെ എൻ്റെ കൂടെ ട്രാവൽ ചെയ്തൊരു നോവലാണ് മെർക്കുറി ഐലൻഡ്. അപ്പം എൻ്റെ സ്പെഷ്യലാണത്. പിന്നെ അത് മാത്രമല്ല, അതിനകത്ത് കുറേ സ്റ്റഡീസ് നടന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അകത്ത് ഹെംലോക്ക് മരങ്ങളെ പറ്റി പറയുന്നുണ്ട്, മത്സ്യങ്ങളെ പറ്റി പറയുന്നുണ്ട്, പിന്നെ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, എനിക്കൊരു ഇൻവെസ്റ്റിഗേഷൻ്റെ ആ ഒരു സാധനം ത്വരയുള്ളത് കൊണ്ട് തന്നെ ഞാനത് ഭയങ്കര എൻജോയ് ചെയ്തു. പിന്നെ ഞാൻ പണ്ട് തൊട്ട് തന്നെ ഒരു ഐലൻഡ് പണ്ട് തൊട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. പണ്ട് എപ്പോഴോ ഞാനൊരു സ്വപ്നം കണ്ടിട്ടുണ്ട് ഒരു ഐലൻഡിൽ ഞാൻ പോകുന്നത്. അപ്പൊ ഞാൻ അങ്ങനെ ഒരു കൺസ്ട്രക്ട് ചെയ്ത് ഉണ്ടാക്കിയ എന്റെ ഒരു ഇമാജിനറി വേൾഡ് ആണ് മെർക്കുറി ഐലൻഡ്. അതെ അതെ, അത് വായിച്ച ഒരാൾക്കറിയാം. അതായത് ബോട്ട് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ ആദ്യമേ എന്താണ്, ഒരു നദിയാണ്, അവിടെ കുറെ മീനുകളുണ്ട്, അത് കഴിഞ്ഞാൽ കല്ലുകളാണ്, അത് കഴിഞ്ഞാൽ മലയാണ്, അത് കഴിഞ്ഞാൽ പിന്നെ പോകുന്ന എന്താണ്, അങ്ങനെ ഒരു പസില് പോലെ പോകുന്ന ഒരു സാധനമാണ്. ഈ സാധനം എനിക്ക് ഞാൻ ചില സമയങ്ങളിൽ ഇപ്പോഴും ഞാൻ അതിൻ്റെ അകത്ത് സഞ്ചരിക്കാറുണ്ട്. എത്ര പേർക്ക് അറിയും എന്ന് എനിക്കറിയില്ല, കാരണം എല്ലാവരും റാം കെയർ ഓഫ് ആനന്ദിയില് സ്റ്റക്കാണ്. പക്ഷെ ഞാനിപ്പോ പറയുന്ന ഒരു കാര്യം, നമ്മൾ ഇപ്പം റാം കെയർ ഓഫ് ആനന്ദിയിൽ ആ ഒരു ജോണർ മാത്രം അല്ല അഖിലിന്റെ ഉള്ളത് എന്ന് അറിയിപ്പിക്കുന്ന രീതിയിലുള്ള 3 നോവലുകൾ ബാക്കിൽ കിടപ്പുണ്ട്. പലരും റാം കെയർ ഓഫ് ആനന്ദി ഓക്കെ അത് ഭയങ്കര റൊമാൻറ്റിക് അല്ലെങ്കിൽ ഒരു വിരഹം വരുന്ന തരത്തിലുള്ള ഒരു ആ സാധനമാണെന്ന് വിചാരിക്കുമ്പോൾ നമുക്ക് വേറെ വെറൈറ്റി സാധനം അപ്പുറത്ത് കിടപ്പുണ്ട്. അല്ലെങ്കിൽ ഞാനിങ്ങനെ എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യണം. മെർക്കുറി ഐലൻഡ് ആയാലും ഓജോ ബോർഡ് ആണെങ്കിലും ഇപ്പൊ രാത്രി 12 ശേഷം ആണെങ്കിലും ഡിഫറെന്റ് ടൈപ്പ് ഓഫ് നമുക്ക് കിക്ക് തരുന്ന തരത്തിലുള്ള പുസ്തകങ്ങളാണ് 4ഉം. അപ്പോൾ ആ ഒരു ടൈപ്പ് വന്നതിന് ശേഷം അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചോദിച്ചത്, ഇനി ഏത് സിനിമയായി കാണും. ഇപ്പൊ ഒരു റാം കെയർ ഓഫ് ആനന്ദി മാത്രം വായിക്കുന്ന ആൾക്ക് അത് മാത്രം മതി എന്നുള്ള ഒരു രീതിയായിരിക്കും. പക്ഷെ ഇത് 3ഉം വന്നു കഴിഞ്ഞ് 4ഉം കൂടെ വെച്ച് നോക്കുമ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതിന്റെ റൈറ്ററിനോട് തന്നെ ചോദിച്ചത് ഏതാണ് കാണാൻ. എന്റെ ഇപ്പൊ ഫേവറേറ്റ് എടുത്താലും എനിക്ക് ഇത് പറഞ്ഞിട്ടുള്ള മെർക്കുറി ഐലൻഡ് തന്നെയാണ്. എനിക്ക് കുറച്ചുകൂടെ ഫാന്റസി ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്, ഹൊറർ ഇഷ്ടമാണ്. എന്നാലും ഈ പറഞ്ഞ അത്രയും കാലഘട്ടം ഞാൻ എടുത്ത് എഴുതി 8 വർഷം എന്ന് പറയുന്ന ഒരു ചില്ലറ സമയമല്ലല്ലോ. അപ്പൊ അതിന്റെ പക്ഷെ മെർക്കുറി ഐലൻഡ് വായിച്ചിട്ട് ഒരുപാട് പേര് മോശം നോവല് എന്താ ഇത് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ആൾക്കാർ ഫാന്റസി ഇഷ്ടപ്പെടുന്നവർക്ക് അതൊരു പക്ക പാക്കേജാണ്. ആൾക്കാർ ചിലർ ഈ റാം കെയർ ഓഫ് ആനന്ദിയുടെ കൂട്ടത്തിൽ ഇടും, പക്ഷെ ഇയാളുടെ ഏറ്റവും ബെസ്റ്റ് നോവൽ ഇതല്ല, മെർക്കുറി ഐലൻഡ് ആണെന്നും പറഞ്ഞിട്ട്. അപ്പൊ അവരുടെ ഞാൻ പോയി ചാറ്റ് ചെയ്യും, ഇഷ്ടപ്പെട്ടായിരുന്നോ, എന്റെ അതേ എന്റെ വൈബാന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അങ്ങനെ പറയുന്നവർക്ക് ഞാൻ പോയി സംസാരിക്കും. അത് ഇപ്പൊ ഞാനിപ്പോ എടുത്തു പറയുന്നതാണ്, എന്റെ ഫ്രണ്ട് വായിച്ചിട്ടാണ് എനിക്ക് ആക്ച്വലി ഞാൻ 2 പുസ്തകം വായിച്ചിട്ടില്ല. അപ്പൊ ഒരു ഫുൾ കഥ എനിക്ക് പറഞ്ഞു തരുന്നത് ഫ്രണ്ടാണ്. അപ്പൊ ആള് പറയുന്നത് ഒരിക്കലും റാം കെയർ ഓഫ് ആനന്ദിയിലോട്ട് നമ്മൾ പൂർണ്ണമായിട്ടും സ്റ്റക്ക് ആവരുത്, നമ്മൾ തിരിച്ച് മെർക്കുറി ഐലൻഡിലേക്ക് വരണം, അവിടെയാണ് സാധനം ഇരിക്കുന്നത്, അതാണ് സാധനം എന്നുള്ളൊരു. അപ്പൊ ഒരാള് പുസ്തകം വായിക്കാത്ത ഒരാളാണ് അവൻ, ഞാൻ പേര് വേണ്ടി കൈലാസ് എന്ന് പറയുന്ന എന്റെ ഫ്രണ്ട് പുസ്തകം വായിക്കത്തില്ല. അയാള് ഇത്രയും ഒരു റൈറ്റർക്ക് വേണ്ടി ഇങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിൽ ആ പുസ്തകം അവൻ എന്തുമാത്രം ഒരുപാട് വിമർശനങ്ങൾ വരികയും വേറെ പുസ്തകങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുകയും ചെയ്യും. അത് നമ്മളെ സംബന്ധിച്ച് കുറച്ച് അസ്വസ്ഥത ഉണ്ടാക്കുന്നതായിട്ട് പല വേദികളിലും കണ്ടു. അതുപോലെ പല രീതിയിലുമുള്ള വിമർശനങ്ങൾ. ഇപ്പോൾ ഇയാളെ പോലുള്ള ആളെ എന്തിനിവിടെ ക്ഷണിക്കുന്നു. ഞങ്ങളെ പോലെ ഒരു ബാക്സ് ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ വാചകങ്ങളും അല്ലെങ്കിൽ നിങ്ങൾ എഴുതിയത് എങ്ങനെയാണെന്ന് കേൾക്കാനും ആഗ്രഹിക്കുന്ന കുറേ മനുഷ്യരുണ്ട്. എങ്ങനെയാണ് ഈ പുസ്തകങ്ങളൊക്കെ, കാരണം ഞങ്ങളെ പോലുള്ളവർക്കൊരു ഇൻസ്പിറേഷനാണ്. അപ്പോൾ ഈ തരം വിമർശനങ്ങളോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? വിമർശനം എന്ന് പറയാനായിട്ട് ഞാൻ എപ്പോഴും പറയാറുള്ള 2 വിമർശനങ്ങളുണ്ട്. നല്ല വിമർശനം,
എടാ ഈ ഇപ്പോ രാത്രി 12 ശേഷമാണെങ്കിൽ അതിന്റെ ക്ലൈമാക്സ് കുറച്ച് കൺഫ്യൂസിങ് ഉണ്ടാക്കുന്നുണ്ടെന്ന് ചിലർ പറയുന്നുണ്ട്. ചിലർ പറയുന്നുണ്ട് ആ ക്ലൈമാക്സ് ആണ് അതിന്റെ ബ്യൂട്ടി എന്ന് പറയുന്നുണ്ട്. അപ്പം അവര് പറയുന്നത് ഓക്കെ. അപ്പൊ ഞാൻ അടുത്ത നോവൽ എഴുതുന്ന സമയത്ത് ഞാൻ കുറച്ചുകൂടി ലൈറ്റ് ആക്കാനായിട്ട് ശ്രമിക്കും. എന്തെങ്കിലും അങ്ങനെ കൺഫ്യൂഷൻ വരുന്നുണ്ടെങ്കിൽ സജഷൻസ് ഓക്കെ നല്ലതാണ്. അപ്പൊ ക്യാരക്ടറിന്റെ ഡെപ്ത്, ഇതിന്റെ ആ ഡെപ്ത് അല്ലെങ്കിൽ ആ ക്യാരക്ടർ അവിടെ അവസാനിപ്പിക്കരുതായിരുന്നു. ഇന്ന് ഒരു കുട്ടിയെ എനിക്ക് ഇങ്ങനെ സെഷൻ സമയത്ത് പറഞ്ഞു മല്ലിയുടെ ആ ഒരു പോർഷൻ കുറച്ചുകൂടെ വേണമായിരുന്നു. ആ ഒരു നല്ലൊരു സജഷനാണ്. പക്ഷേ ഇതേ സമയം ഇന്നലെ എനിക്ക് ഫേസ്ബുക്കിൽ വന്ന ഒരു പോസ്റ്റിന് താഴെ വന്ന ഒരു കമന്റ്, എന്റെ പോസ്റ്റ് അല്ല, ഞാൻ ഇങ്ങനെ റാൻഡം ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമായിരുന്നു. അപ്പൊ ഈ ബുക്കിന്റെ പടം കണ്ടിട്ട് ഞാൻ എടുത്തതാണ്. അതിൻ്റെ അകത്തൊരു മലയാളത്തിലെ ഫേമസ് ആയിട്ടുള്ള ഒരു എഴുത്തുകാരി ഇട്ടിരിക്കുക ഈ എംബോക്കിയുടെ ഒക്കെ ബുക്ക് ആരും വാങ്ങി വായിക്കുമെന്ന്. ഞാനപ്പോൾ എനിക്ക് ഡൗട്ട്, ഇനി ഇവരെ ഫേക്ക് ഐ ഡി ആണോ നോക്കിയപ്പോ അല്ല. ഇത്രയും ഫോളോവേഴ്സ് ഉള്ള ഒരു മലയാളത്തിലെ നല്ല ഇത്രയും ബുക്കുകൾ പബ്ലിഷ് ചെയ്ത എനിക്കറിയാം. എനിക്ക് പലരും വന്നിട്ട് ഇങ്ങനെ പറയണം. പിന്നെ ഞാൻ അതൊക്കെ ആ സൈഡിലൂടെ അങ്ങ് വിടും. അപ്പൊ ഞാനിത് കണ്ടപ്പോ എനിക്കങ്ങ് KLF വെച്ച് കണ്ടപ്പോ അയ്യോ മോനെ നീയാണ് ഈ സാഹിത്യത്തിന് ഒരു വലിയൊരു വിപ്ലവം ഉണ്ടാക്കിയെന്നൊക്കെ പറഞ്ഞ് എന്നോട് സംസാരിച്ച ഒരു സ്ത്രീയാണ് ഈ പറഞ്ഞിട്ടുള്ള എഴുത്തുകാരി. ഈ എഴുത്തുകാരി വന്നിട്ട് ഇട്ടിരിക്കുക ഇങ്ങനെ ഒരു ഇത്. അപ്പൊ ഞാൻ അപ്പൊ തന്നെ എടുത്ത് ബ്ലോക്ക് ചെയ്തു അവരെ. അപ്പൊ ഞാൻ ആലോചിക്കും ഇവരുടെയൊക്കെ മനസ്സിൽ എന്താണ് അപ്പൊ ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് ആണ് ഇവര്. അതായത് നേരെ വന്നിട്ട് നമ്മളെ കാണുമ്പോൾ ഭയങ്കര സ്നേഹം. ഞാൻ അങ്ങനെ ആരെയും കാണിക്കാറില്ല. എനിക്ക് ഒരാളെ ഇഷ്ടമല്ലെങ്കിൽ ഞാൻ ഇഷ്ടമല്ല ഓക്കെ അത്രേ ഉള്ളൂ. അല്ലാതെ അവരെ പോയി പുകഴ്ത്താനോ ഒന്നും നിൽക്കണ്ട. ഇങ്ങനെ കാണുമ്പോ ഞാൻ ആലോചിക്കും എന്ത് മനുഷ്യരാണെന്ന് ആലോചിക്കും. ഇപ്പൊ അവരുടെ ടൈപ്പ് ഓഫ് സാധനമല്ല ഞാൻ എഴുതുന്നില്ലെങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കുക. അപ്പൊ അവർക്ക് ഇവിടെ എത്ര കോടിക്കണക്കിന് ബുക്കുകളുണ്ട്. മലയാളത്തിൽ മാത്രമല്ല എത്ര ലാംഗ്വേജിലുണ്ട്, ഇംഗ്ലീഷിലാണെങ്കിലും ഒക്കെ ഉണ്ട്. അപ്പൊ അവർക്ക് ആ ലാംഗ്വേജ് ഒക്കെ അറിയാമെങ്കിൽ അവർക്ക് അത് വായിക്കുകയും ചെയ്യാം. അല്ലെങ്കിൽ മലയാളത്തിൽ മാത്രമാണെങ്കിൽ അവർക്ക് ഒതുങ്ങി നിൽക്കുക. ഇത് പക്ഷേ എൻ്റെ ബുക്ക് എടുത്ത് വായിച്ചിട്ട് വിമർശിക്കാൻ വേണ്ടിയിട്ട് എന്നെ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിൽ പോസ്റ്റുകൾ നിരന്തരം ഇട്ടുകൊണ്ടിരിക്കുക. ചിലർ പാർട്ട് ബൈ പാർട്ടായിട്ട് ഇടുക. റാം കെയർ ഓഫ് ആനന്ദിയുടെ സമയത്ത് ഒരാൾ ഭാഗം 1 എന്നുള്ള രീതിയിൽ റാം കെയർ ഓഫ് ആനന്ദിന്റെ നെഗറ്റീവ് റിവ്യൂ. 2 പുള്ളിക്ക് റൊമാൻറ്റിക് ഫിക്ഷൻ ഇഷ്ടമല്ലെങ്കിൽ പുള്ളി അതങ്ങ് ഓക്കെ അല്ലെങ്കിൽ പോട്ടെ അത് ഇട്ടോ. പക്ഷെ ഒരാളെ വ്യക്തിഹത്യ ചെയ്യാൻ പാടില്ല. ഇവനൊക്കെ എന്തിനാ എഴുതുന്നത്, ഇവൻ എന്തിനാ ഈ സാഹിത്യ ലോകത്ത് വേണ്ടത്, അങ്ങനെയൊന്നും പറയേണ്ട. നമ്മൾ ആരെയും ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പം ഞാനാണെങ്കിലും ഇപ്പൊ നോക്കുമ്പോ പല എഴുത്തുകാരും പുതിയതായിട്ട് വരുന്നവരുണ്ട്. അപ്പൊ അവരുടെ പുതിയതായിട്ട് ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അവർ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനും ഇമ്പ്രൂവ് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ പഴയ ആളൊന്നുമല്ല, ഞാനും പുതിയ ആളാണ്. ഇവിടെ സീനിയർ ആയിട്ട് നിൽക്കുന്ന എത്ര വർഷങ്ങളായിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ നമ്മള് നടന്ന് പഠിക്കണ്ടേ, നമ്മൾ എന്നിട്ടല്ലേ ഓടാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതുപോലെ അവരും അത് മനസ്സിലാക്കുക. ഞാനിപ്പോ എന്തോ റാം കെയർ ഓഫ് ആനന്ദി ഹിറ്റായപ്പോ അവരുടെ വിചാരം ഞാനെന്തോ ഭയങ്കര ഒരു മഹാസംഭവമാണ്, ഞാൻ എവിടുന്നോ വന്നതാണെന്നൊക്കെ. നമ്മുടെ കൃതിനെ ഓർത്ത് ആരെങ്കിലും പേടിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ കൃതി വർക്കായി ഇത്രയും സെല്ലിങ് ചെയ്തെന്നുള്ളതിന്റെ ടെൻഷനാണ് അതിൽ കാണാൻ സാധിക്കുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പേഴ്സണലി. കാരണം ആരും ഇപ്പൊ MT വാസുദേവൻ നായരായിട്ടോ അല്ലെങ്കിൽ ആരും പുതിയതായിട്ട് വരുമ്പോ എല്ലാവരും പിച്ച വെച്ച് തുടങ്ങുന്ന ഒരു സ്ഥലം. പക്ഷെ അവർക്ക് അവിടെ ഒരു സ്പേസ് കൊടുക്കണം എന്നുള്ളൊരിത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം നമ്മള് വായനക്കാരുണ്ട് അതിന് വേണ്ടിയിട്ട്. ഇപ്പൊ ഞാൻ പറയാം, റാം കെയർ ഓഫ് ആനന്ദി ഇപ്പൊ ഒരു എഡിഷനോ 2 എഡിഷനോ പോയ ബുക്കാണ് ഇവർക്ക് ഒരു പ്രശ്നമില്ല. രാത്രി 12 ശേഷം എന്ത് ഒരു കുഴപ്പമില്ല, അവരതിനെ വെറുതെ വിടും. ഈ ബുക്ക് ഇത്ര എഡിഷൻ വന്നതിനും ഇത്ര കോപ്പീസ് പോയതിനുമാണ് ഇവിടെ പലർക്കും പ്രശ്നം. അല്ലാതെ ഒരിക്കലും ആ ബുക്ക് ആൾക്കാർ വായിക്കുന്നതിനോ സാഹിത്യം വളരുന്നതിനോ അല്ല. അഖിൽ എന്ന് പറഞ്ഞ ഒരാൾ പുതിയതായിട്ട് വന്ന് 3ാമത്തെ ബുക്ക് അവൻ കയറി ഹിറ്റായി. ഇതാണ് അവരുടെ പ്രശ്നം. അല്ലാതെ അവർക്ക് ഇപ്പം പുതിയ ബുക്കുകൾ വന്നു കഴിഞ്ഞാൽ അവർക്കും ഗുണമല്ലേ ഈ എഴുത്തുകാർക്ക്. അതെ, വായന വളരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാരണം. കാരണം ഒരിടയ്ക്ക് നിന്നു പോയ വായനയെ വീണ്ടും കുഞ്ഞു കുട്ടികൾ വരെ ഇരുന്ന് പുസ്തകം വായിക്കുന്നതാണോ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അവര് സ്ക്രീനിൽ നിന്ന് മാറി എഴുത്തുകളെ ഇഷ്ടപ്പെട്ട് തുടങ്ങി എന്നുള്ള ഒരു സന്തോഷം വരണം. പക്ഷെ അങ്ങനെ ചിന്തിക്കുന്ന മനുഷ്യർ പൊതുവെ ഈ റൈറ്റേഴ്സ് തന്നെ അങ്ങനെ ചെയ്യുമ്പോൾ അതാ പ്രശ്നം. ഞാൻ റൈറ്റേഴ്സ് മാത്രമല്ല എല്ലാ ഫീൽഡിലും ഇങ്ങനെ ഉണ്ടാവും. പക്ഷെ ഇതിപ്പോ എന്താന്ന് പറയട്ടെ, ഞാൻ പലരെ റെസ്പെക്റ്റോടുകൂടി കാണുന്ന പലരെയും നമ്മുടെ മനസ്സിൽ വിഗ്രഹം ഉടഞ്ഞു പോവാന്നൊക്കെ പറയില്ലേ, അതുപോലുള്ള ഇവർക്ക് ബുക്ക് എഴുതി അവര് മത്സരിക്കുന്നെങ്കിൽ ബുക്ക് എഴുതി മത്സരിക്കും. അല്ലാതെ ഈ വാക്കുകൾ കൊണ്ട് ഇങ്ങനെ ആൾക്കാരെ വ്യക്തിഹത്യ ചെയ്തല്ല മത്സരിക്കേണ്ടത്. ഇത് എല്ലാവരോടും ഞാൻ പറയുന്നത്, ഇത് ആരൊക്കെ ഇന്റർവ്യൂ കാണുമെന്ന് എനിക്കറിയില്ല. ഇങ്ങനെ ഇത്രയും കുശുമ്പുമുന്നായ്മയായിട്ട് നടക്കുന്ന എല്ലാ റൈറ്റേഴ്സിനോടും പറയാണ്, നിങ്ങൾ പോയിട്ട് ബുക്ക് എഴുതിയിട്ട് നിങ്ങളത് വിജയിപ്പിക്കാൻ നോക്കുക. അല്ലാതെ വേറൊരാളുടെ ബുക്ക് വിറ്റ് പോകുന്നു. ഇപ്പൊ എത്ര പുതിയ കുട്ടികളുടെ എന്തോരം ബുക്കുകൾ എഡിഷൻസ് പോകുന്നുണ്ട്, പുതിയ പബ്ലിഷിംഗ് കമ്പനികൾ വരുന്നു. അല്ലാതെ ഇവരുടെ നെഞ്ചത്തോട്ട് കയറാൻ നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ ബുക്ക് പുതിയ ബുക്ക് എഴുതി ഹിറ്റാക്കാൻ നോക്കുക. അല്ലാതെ നിങ്ങൾ ഈ പഴയ ബുക്കുകൾ ഞാൻ അത് ചെയ്തു ഇത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് നടന്നിട്ട് കാര്യമില്ല. കാലം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, അതിനനുസരിച്ചിട്ട് അപ്ഡേറ്റ് ആവുക, അല്ലെങ്കിൽ മാറി മിണ്ടാതിരിക്കുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ കുറെ സീനിയർ റൈറ്റേഴ്സ് നമ്മളെ സ്നേഹിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. പേരെടുത്ത് പറയുന്നൊന്നുമില്ല, എന്നിട്ട് ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അവർക്ക് തന്നെ അറിയാം. അപ്പൊ അവരുടെ ഒരു ഗ്യാങ്ങിൽ ഇരുന്നിട്ട് ഈ വർത്താനൊക്കെ പറയുമ്പോൾ അവരവിടുന്ന് മിണ്ടത്തില്ല, എന്നിട്ട് അത് എഴുന്നേറ്റ് പോകും.
അപ്പൊ വന്നിട്ട് എനിക്ക് പറയും എടാ ഇങ്ങനെയൊക്കെ ആണ്, നീ അത് വിഷമിക്കണ്ട, നിനക്ക് ആരെങ്കിലും വന്ന് പറയും അത് വിഷമിക്കണ്ട, കുഴപ്പമില്ല. ഞാൻ പറയും എനിക്കെന്ത് വിഷമം, ആദ്യം എനിക്ക് വിഷമം ഉണ്ടായിരുന്നു, എനിക്കൊരു വിഷമവും ഇല്ല. ഇപ്പൊ വായനക്കാർ ഒരാൾ വന്നിട്ട് എനിക്ക് ഇങ്ങനെ പറഞ്ഞിട്ട് അയാൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞാൽ ഞാനത് വിഷമിക്കും. കാരണം അയ്യോ അയാൾ അത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കി ഒരു പൈസ കൊടുത്ത് മേടിച്ച ബുക്കല്ലേ, അയാൾക്ക് അത് തൃപ്തിപ്പെട്ടില്ലല്ലോ എന്ന് പറഞ്ഞാൽ ഞാൻ വിഷമിക്കും. അല്ലാതെ ഇവനെ പോലുള്ളവർ എന്തിനു എഴുതുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിഷമിക്കത്തില്ല. പണ്ട് വിഷമിക്കുമായിരുന്നു, ഇപ്പൊ വിഷമിക്കില്ല. അവരവരുടെ അത് എഴുതിയ കമന്റിലൂടെ അവർ കരഞ്ഞു കഴിഞ്ഞിട്ട് അവരങ്ങ് പൊയ്ക്കോളും. പിന്നെ നമുക്ക് കാണാനായിട്ട് ആഗ്രഹമില്ലാത്ത നമ്മൾ ബ്ലോക്ക് ചെയ്യുക, അത്രേ ഉള്ളൂ. അത് ഞാൻ ഇപ്പൊ ചെയ്യുന്നുണ്ട്. അതിനോടിപ്പോ ഞാൻ പൊരുത്തപ്പെട്ട് കഴിഞ്ഞു. അതെ, പൊരുത്തപ്പെട്ട് കഴിഞ്ഞു. അതുപോലെ തന്നെ അടുത്ത ചോദ്യം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ഓജോ ബോർഡിന്റെ ഓജോ ബോർഡല്ല, രാത്രി 12 ശേഷം ക്ലൈമാക്സ് ഒരുപാട് സംശയം അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളുമായിട്ട് സാമ്യം തോന്നി എന്ന് പറഞ്ഞിരുന്നു. ഇറങ്ങിയ ഒരു സിനിമയുമായിട്ട് തോന്നി, പിന്നീട് കണ്ട ഒരു വെബ് സീരീസുമായിട്ട് അതിന് സാമ്യം. ഞാൻ ഇന്റർവ്യൂ കണ്ടതാ. അപ്പോ അത് സാമ്യം തോന്നിയപ്പോ അത് നിർത്തിവെച്ചു, വീണ്ടും ആലോചിച്ചു, ഇപ്പൊ ഒരു ക്ലൈമാക്സ് എഴുതി. അപ്പോ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ അതിന് മുമ്പ് എഴുതിയതായിരുന്നു കുറച്ചും കൂടെ നല്ലത്, അല്ലെങ്കിൽ ഇത് ആ ഒരു കാരണം കൊണ്ട് മാറ്റേണ്ടി വന്നതിൽ വിഷമം തോന്നിയിട്ടുണ്ടോ? വിഷമം എന്ന് പറയുന്നത് നമ്മളെപ്പോഴും ഫസ്റ്റ് എഴുതുന്ന ഒരു സാധനം നമുക്ക് ബെസ്റ്റ് എന്ന് തോന്നും. പിന്നെ ഈ പറഞ്ഞ സാധനങ്ങൾ നമ്മൾ വീണ്ടും അതിൻ്റെ അകത്ത് ഈ സിമിലാരിറ്റി കൊണ്ട് തിരുത്തേണ്ടി വരുമ്പോൾ നമ്മൾ കുറെ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. ഇത് ഇത്തിരി കൂടെ ഉണ്ടായിരുന്നു ക്ലൈമാക്സ്, അപ്പൊ കുറച്ചുകൂടെ എഡിറ്റ് ചെയ്ത് പിന്നെ വന്നതാണ്. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നിയത് ഇപ്പൊ ഉള്ളതിൽ ബെസ്റ്റാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. പക്ഷെ അതിൻ്റെ അകത്ത് കുറച്ചുകൂടെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു സാധനം ഉണ്ട്. അത് പക്ഷെ ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് ഇരുത്തി വായിക്കണം എന്ന് പറയുന്നത്. അതായത് നമുക്ക് അത് നമ്മളെല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഒന്ന് വായിച്ചില്ലെങ്കിൽ അതെ അധികമില്ല. എനിക്ക് തോന്നുന്നത് ഒരു 300 പേജ് സംതിങ്ങേ ഉള്ളൂ, 304 ഉള്ളൂ. അപ്പൊ ആ ഒരു ക്ലൈമാക്സ് പോർഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു 20 പേജ്. ആ ഒരു സമയത്ത് പക്ഷെ ആ ഒരു സാധനം മനസ്സിലാക്കി കഴിഞ്ഞാൽ നല്ല കിക്ക് കിട്ടും. അതൊരു അയ്യോ ഇതായിരുന്നല്ലേ സംഭവം എന്നുള്ളത്. പക്ഷെ പെട്ടെന്നൊന്ന് ഓടിച്ചു വായിച്ചു പോകുന്നവർക്ക് അത് ഇല്ല. പക്ഷെ ഞാനതിൻ്റെ അകത്ത് ആമുഖത്തിൽ എഴുതിയിട്ടുണ്ട്, ഇതൊരു സാങ്കല്പിക കഥയാണ്, പക്ഷെ ക്ലൈമാക്സ് എത്തുമ്പോൾ ഒന്ന് വായന മുറിഞ്ഞു പോകാതെ ഒന്ന് കണ്ടിന്യൂസ് വായിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു 20 പേജ് എല്ലാവരും ഒന്ന് ഇരുത്തി വായിക്കും, അത് കിട്ടും, ഉറപ്പായിട്ടും കിട്ടും. അതായത് ഇപ്പോ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ എല്ലാത്തിലും ഒരു സിനിമാറ്റിക് ഫീൽ നമുക്ക് കിട്ടാറുണ്ട്, എല്ലാ പുസ്തകങ്ങളിലും. അപ്പോൾ എപ്പോഴാണ് നമുക്കത് ബിഗ് സ്ക്രീനിൽ അഖിൽ പി ധർമ്മജന്റെ ഡയറക്റ്റഡ് ബൈ അല്ലെങ്കിൽ റൈറ്റഡ് ബൈ അഖിൽ പി ധർമ്മജൻ എന്ന് കാണാൻ ഉടനെ? എനിക്ക് പ്ലാനുണ്ട്, ഡയറക്ഷന് പ്ലാനുണ്ട്. ഇപ്പോഴല്ല, കുറച്ചുകൂടെ എനിക്ക് പഠിക്കാനുണ്ട് സിനിമ. അപ്പൊ ഈ ഞാൻ സ്ക്രിപ്റ്റ് ചെയ്യുന്ന 1-2 പടങ്ങളിൽ ഞാൻ അസിസ്റ്റ് ചെയ്യും. ഇനി അസിസ്റ്റ് ചെയ്ത് പഠിച്ചതിന് ശേഷം ഇൻഡിപെൻഡന്റ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ടാണ്. അതിന് എത്ര ടൈം എടുക്കുമെന്ന് എനിക്കറിയില്ല. എനിക്ക് ഓക്കെ ആണെന്ന് തോന്നുമ്പോ ചെയ്യും. നമ്മൾ അറിയാത്ത പണി ചെയ്ത് വെറുതെ ഇതാക്കണ്ടല്ലോ. അതുകൊണ്ട് ഈ DC ബുക്സ് എനിക്ക് പറഞ്ഞു ഫസ്റ്റ് എഡിഷൻ 25,000 കോപ്പിയാന്ന് പറഞ്ഞു. അങ്ങനെ ബുക്സ് അച്ചടിക്കാറില്ല 25,000 എന്ന് പറഞ്ഞാൽ വലിയൊരു ബൾക്കാണ്. ഞാൻ പ്രസ്സിൽ പോയപ്പോഴാണെങ്കിൽ അവിടെ ഇങ്ങനെ അട്ടി ഇങ്ങനെ ഇരിക്കുക. അപ്പൊ ഇത് കണ്ടപ്പോ എനിക്ക് പേടിയായി. ഞാനപ്പോ ഞാൻ പറഞ്ഞു ഇത്രയും എന്ത് ധൈര്യത്തില് ഇത് ഇത്ര അടിക്കുന്നത്? അപ്പൊ അത് നമുക്ക് ട്രസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ പക്ഷെ അത് ഒറ്റ രാത്രി കണ്ട് കംപ്ലീറ്റ് അവിടുന്ന് സോൾഡ് ഔട്ട് ആയി. അതായത് ഈ കുഞ്ഞ് കടക്കാരാണെങ്കിൽ പോലും അത് പൈസ കൊടുത്താ വാങ്ങുന്നത്. വാങ്ങിയിട്ട് പോയി 25,000 കോപ്പി തീർത്തു. അതിനൊപ്പം തന്നെ ആൾക്കാരും വാങ്ങി കൂട്ടിയത്. അപ്പൊ അത് എന്നെ പിറ്റേ ദിവസം ഇങ്ങനെ വിളിക്കുക, രാവിലെ വിളിച്ചിട്ട് പറഞ്ഞിട്ട് ഹാപ്പി ന്യൂസ് ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു എന്താണ് ഇതൊട്ടും എനിക്ക് പറഞ്ഞ ഒരു 2-3 മാസം കൊണ്ട് നമുക്ക് ഇത് വിൽക്കാന്നാ പറഞ്ഞത്. അപ്പൊ ഇത് ഞാൻ എക്സ്പെക്റ്റേ ചെയ്യുന്നില്ല. രാവിലെ എഴുന്നേറ്റപ്പോ എന്നെ അവിടുന്ന് DC ബുക്സിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞ ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. ഇന്നലെ രാത്രി കൊണ്ട് തന്നെ രാത്രി 12 ശേഷം ഫുള്ള് കഴിഞ്ഞു എന്ന് പറഞ്ഞു. പുതിയ രാവിലെ പ്രിന്റിന് കയറ്റി എന്ന് പറഞ്ഞ് 15,000 കോപ്പി. അത് എനിക്ക് ഒട്ടും സ്വപ്നം കാണാൻ പറ്റാത്ത ഒരു കാര്യമാണത്. ഇപ്പൊ 2 ആഴ്ച ആയുള്ളൂ. 10 ദിവസത്തിനുള്ളിൽ 3ാമത്തെ എഡിഷൻ പ്രിന്റിന് കയറ്റി. ആ നമ്പർ ഓഫ് കോപ്പീസ് എന്ന് പറയുന്നത് എനിക്ക് സങ്കല്പിക്കാൻ പറ്റാത്തൊരു എണ്ണമാണ്. ഇപ്പോഴും ഞാനിങ്ങനെ ആലോചിക്കും ഇത് എന്റേതാണോ എന്ന് ആലോചിക്കും. അത് പക്ഷെ ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് എനിക്കറിയില്ല. ഇപ്പൊ റാം കെയർ ഓഫ് ആനന്ദിൽ ആഫ്റ്റർ എഫക്ട്സ് ഒക്കെ തന്നെ ആയിരിക്കാം ഈ ബുക്സ് ഇത്രയും പോകുന്നത്. ചിലപ്പോ റൊമാൻറ്റിക് ഫിക്ഷൻ ആണെന്ന് വിചാരിച്ച് പോലും വാങ്ങിയ ആൾക്കാരുണ്ട്. റെസ്പോൺസ് കിട്ടുന്നുണ്ട്, പറഞ്ഞ പോസിറ്റീവായിട്ട് നല്ലപോലെ കിട്ടുന്നുണ്ട്. ഈ പറയുന്ന ക്രിറ്റിസിസം കിട്ടുന്നുണ്ട്, നെഗറ്റീവ് റിവ്യൂ കിട്ടുന്നുണ്ട്, എല്ലാം കിട്ടുന്നുണ്ട്. അത് പിന്നെ എല്ലാ ബുക്കിനും ഒരു സിനിമ ഇറങ്ങിയാലും എത്ര നല്ല ഇപ്പൊ ബോക്സ് ഓഫീസിൽ ഹിറ്റായിക്കൊണ്ടിരിക്കുന്ന തുടരും സിനിമ ഇഷ്ടപ്പെടാത്ത ചില കൂട്ടുകാരെ എനിക്ക് വന്നിട്ട് പറയും തുടരും ഇഷ്ടപ്പെടില്ല. എന്താ ഇഷ്ടപ്പെടാത്ത കാര്യം എന്താ? ഞാൻ കണ്ടത് തന്നെയല്ലേ ഇത് ചോദിക്കും. അപ്പൊ ആ ഒരു സംഭവം ബുക്കിലാണെങ്കിലും അങ്ങനെയൊക്കെ ഉണ്ട്. മനസ്സിലായോ? അപ്പൊ നമുക്ക് ഒരാളെ ഒരു പാട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അയാളെ പിടിച്ചിരുത്തി അത് കേട്ടാൻ പറ്റത്തുള്ളൂ. ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ആണ്. അപ്പൊ നമ്മള് നമ്മുടെ ഭാഗത്താണോ തെറ്റോ എന്ന് മനസ്സിലാക്കുക, എഴുത്തിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കുക. ഒരു മെജോറിറ്റി ഓഫ് ആൾക്കാർ അതിനെ പറയുന്നുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. അവിടെ എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടാവും എന്ന് ചിന്തിക്കുക. അത് തിരിച്ച് മുന്നോട്ട് പോകാനായിട്ട് പോവുക. അടുത്ത ബുക്കിൽ ഇതിൽ നിന്നിട്ട് പഠിച്ചത് എന്താണോ അത് വെച്ചിട്ട് ഇമ്പ്രൂവ് ചെയ്യുക.
അപ്പോൾ എല്ലാ ബുക്കുകളും ഞാൻ ആദ്യമായിട്ട് എഴുതുന്ന രീതിയിൽ തന്നെയാണ് എഴുതുന്നത്. അല്ലാതെ ഞാനിപ്പോൾ രാത്രി 12 ശേഷം എനിക്ക് വേണമെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്തിട്ട് എനിക്കൊരു റൊമാൻറ്റിക് ഫിക്ഷൻ എഴുതാം. കാരണം ഇതിന്റെ ഹാങ് ഓവറിൽ അതങ്ങ് പൊക്കോളും. അല്ലെങ്കിൽ റാം കെയർ ഓഫ് ആനന്ദി സെക്കൻഡ് പാർട്ട് എഴുതാൻ ഒരുപാട് പേര് പറഞ്ഞു. എനിക്ക് വേണമെങ്കിൽ അത് ചെയ്യാം. ഇതൊന്നും ഞാൻ ചെയ്യാതെ എന്റെ ഒരു ജോണർ ഫുള്ള് ഷിഫ്റ്റിംഗ് ആണ് നടത്തിയത്. ഒരു ത്രില്ലറിലേക്ക് പോയത്. അതെ അതെ, അതെനിക്ക് അതൊരു നിർബന്ധമാണ്. പിന്നെ ഈ പറഞ്ഞിട്ടുള്ളത് ഞാൻ എന്നോട് തന്നെ ഒരു നീതി പുലർത്തണം. ഞാൻ പണ്ടേ തീരുമാനിച്ചതാ എനിക്ക് ഞാൻ ഒന്നിനും അതിൽ മാത്രം നിൽക്കില്ല എന്നുള്ളത്. ഓരോ ബുക്കുകൾ എഴുതി കഴിയുമ്പോൾ ഇത്ര കാല അളവ് അല്ലെങ്കിൽ ഈ ബുക്ക് കഴിഞ്ഞിട്ട് ഇത്ര നാൾ കഴിഞ്ഞ് അടുത്ത അതിന്റെ എക്സ്പെരിമെന്റ് തുടങ്ങാം അല്ലെങ്കിൽ അതിന്റെ വർക്ക്ഷോപ്പ് തുടങ്ങാം, അങ്ങനെയുണ്ടോ? അതോ മനസ്സിൽ തോന്നുന്നു എഴുതുന്നു അങ്ങനെയാണോ? അങ്ങനെ ഒന്നുമില്ല. ഞാൻ ഒന്ന് ബ്രേക്ക് എടുക്കാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. പക്ഷെ അത് റൈറ്റിങ്ങിന് ഇടയിലും എടുക്കാറുണ്ട്, ചിലപ്പോൾ ബുക്ക് കഴിഞ്ഞിട്ട് എടുക്കാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടം, സ്ഥലം പോകാൻ ഇഷ്ടമുള്ളത് മൂകാംബിക ആണ്. മൂകാംബിക അവിടെ പോയിട്ട് കുടജാദ്രി മലയിൽ കയറും. മലയിൽ കയറുമ്പോൾ എനിക്ക് ഭയങ്കര റീഫ്രഷ്മെന്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യും. അത് ഞാനുമായിട്ട് എന്തോ ഒരു കണക്റ്റഡ് ആയി. ഒരു തവണ ഞാൻ പോയതാണ്, പക്ഷെ അത് ഭയങ്കര ഇപ്പം എല്ലാ ബുക്ക് ഇറങ്ങിയാലും ഞാൻ അവിടെ പോകും. അപ്പൊ ഇപ്പൊ പോകാനായിട്ട് പ്ലാൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ പോകണം. അതാണ് റീഫ്രഷ്മെന്റ് ആയിട്ട് എനിക്ക് എന്റെ ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ കണക്റ്റഡ് ആയിട്ടുള്ള പ്ലേസ് ഇതാണ്, ഈ കുടജാദ്രി മല, മൂകാംബിക. ആ ഒരു ഇതാണ്. അതൊരു വിശ്വാസത്തിന്റെ മാത്രമല്ല, എനിക്ക് ആ മലയിൽ കയറുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു റീഫ്രഷ്. പിന്നെ ഞാൻ ചിന്തിക്കുന്നത് എന്താ പറയാ, ഈ മല എനിക്ക് ഇപ്പോൾ നടന്നു കയറാനായിട്ട് പറ്റുന്നുണ്ട്. ജീപ്പ് ഭയങ്കര പ്രശ്നമാണ്, അവിടെ ഓഫ് റോഡാ പോകുന്നത്. എനിക്ക് അതൊരു പ്രശ്നമൊന്നും ഇല്ലാതെ ഞാൻ കുലുങ്ങിയിട്ടാണെങ്കിലും പോയി ഈ 3 മല നടന്നു കയറി ഞാൻ മേളിൽ കയറി പോകുന്നുണ്ട്. അപ്പൊ അതെന്റെ ഹെൽത്ത്. ഞാനിപ്പോ യങ്ങായിട്ടിരിക്കുന്നു. ഇത് എന്തെങ്കിലും ഒരു ദിവസം സ്റ്റോപ്പ് ആകുന്ന ഒരു സമയത്ത് ഇതെന്റെ മെമ്മറീസ് ആണ് ഇതെല്ലാം. പിന്നെ എനിക്ക് മെമ്മറീസിൽ മാത്രമേ ഇതെനിക്ക് കയറാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ 4 പേര് എന്നെ പൊക്കണം. അപ്പൊ എനിക്ക് ആരോഗ്യമുള്ള സമയത്ത്, എനിക്ക് ആവശ്യമുള്ള സമയത്ത് ഞാൻ ഈ മല കയറും. അതെന്റെ ഒരു കോൺഫിഡൻസ് ആണ്. അപ്പൊ ഞാൻ അതല്ല, ഈ മലകളിലാണ് ഞാനത് ഇത് വെച്ചിരിക്കുന്നത്. ഈ ആവർത്തന വിരസത പല കാര്യങ്ങളിലും ഇപ്പൊ നമ്മള് പല പുസ്തകങ്ങൾ വായിക്കുമ്പോഴും ഇപ്പൊ നമ്മളൊരു കഥ റൈറ്ററിനെ പറയുമ്പോൾ തന്നെ പുള്ളിയുടെ ജോണർ അതാണ്, ആ ജോണറിലുള്ള പുസ്തകങ്ങളായിരിക്കും പുള്ളി എഴുതുക എന്ന് ആൾക്കാർക്ക് തന്നെ ഒരു തോന്നലുണ്ടായിട്ടുണ്ട്. അപ്പൊ അവിടുന്നാണ് അവിടുന്ന് ഒരു ട്വിസ്റ്റാണ് വന്നിരിക്കുന്നത്. അപ്പൊ അഖിൽ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു റൊമാൻറ്റിക് സ്റ്റോറിയിൽ നിൽക്കുന്നില്ല എന്ന് ബാക്കി 3 സ്റ്റോറികൾ കൊണ്ടും നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. അപ്പോൾ ഈ എഴുതുന്ന സമയത്ത് ഇപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ അല്ലെങ്കിൽ ഹൊറർ അല്ലെങ്കിൽ ഇതൊക്കെ എഴുതുന്ന സമയത്ത് എപ്പോഴെങ്കിലും എഴുതുന്ന സമയത്ത് വീണ്ടും അങ്ങോട്ടൊരു ചാഞ്ചാട്ടം വരുന്ന ഒരു ഇതായിട്ട് തോന്നിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ എവിടെയെങ്കിലും എഴുതുന്ന സാദൃശ്യത്തിൽ റാം കെയർ ഓഫ് ആനന്ദി കയറി വരുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? ബുക്ക് വായിച്ചിട്ട് രാത്രി 12 ശേഷം എവിടെയെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഒരു പൊതുവെ ഉള്ളൊരു കമന്റ് കിട്ടാറുണ്ടോ? അതില് കിട്ടിയിട്ടുള്ളത് ഓജോ ബോർഡിലും മെർക്കുറി എല്ലിലും എനിക്ക് ഗ്യാങ് സെറ്റപ്പ് ഭയങ്കര ഇഷ്ടമാണ്, കുറച്ച് കൂട്ടം. അപ്പൊ ഇതിൽ രണ്ടിലും ഒരു കൂട്ടം ആൾക്കാരാണ്. കോളേജ് സ്റ്റുഡൻസ്, ഒന്നില് കുറച്ച് കോളേജെല്ലാം കഴിഞ്ഞ് നിൽക്കുന്നത്. അതൊരു ഹോണ്ടഡ് പ്ലേസിൽ ഒരു വീട്ടിൽ പോയിട്ട് താമസിക്കുന്നതാണ്. മറ്റേതിൻ്റെ അകത്താണെങ്കിൽ ഒരു ഐലൻഡിലേക്ക് പോകുന്നതാണ്. ഈ ഒരു സിമിലാരിറ്റി 2-3 പേര് എനിക്ക് ചോദിച്ചു, അതെന്താ അങ്ങനെ സിമിലർ വന്നത്? അപ്പൊ ഞാൻ പറയാം എനിക്ക് ഇങ്ങനെ ഗ്യാങ് ആയിട്ടുള്ള ഇത് ഇഷ്ടമാണ്. പക്ഷേ റാം കെയർ ഓഫ് ആനന്ദി വന്നപ്പോഴേക്കും ആ ഒരു ഗ്യാങ് മാറിയിട്ട് ഓരോരുത്തർക്കും കഥാപാത്രങ്ങൾക്ക് ഒരു ഡെപ്ത് കൊടുത്തിട്ട് പല സ്ഥലങ്ങളിൽ നിന്ന്. ഇപ്പോ മല്ലിയും ആനന്ദിയും തമ്മിൽ ഒരു കോമ്പിനേഷനും ഇല്ല. അവര് തമ്മിൽ ഒരുമിച്ച് ആ ഒരു റിസപ്ഷനിൽ വന്നിട്ട് വരുന്ന ആ ഒരു ജസ്റ്റ് ഒരു ഇതേ ഉള്ളൂ. പിന്നെ റാം എന്ന് പറഞ്ഞ ഒരാളാണ് ഇങ്ങനെ കണക്ട് ചെയ്ത് പോകുന്നത്, എല്ലാവരുമായിട്ട് കണക്ട് ചെയ്ത് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് അതൊരു ഗ്യാങ് അല്ല, അവര് ഒരു 3-4 പേര് മാത്രമേ ഉള്ളൂ. റാമും വെട്രിയും രേഷ്മയും ഒരു ഗ്യാങ് ആണ്. അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പോ എഴുത്തുകാരിലാണെങ്കിലും ഇപ്പോ ഒരുപാട് എഴുത്തുകാരുണ്ട്, വളർന്നു വന്നതിന് മുമ്പും ശേഷവും ഒരുപാട് പേര് വന്നു. ഇപ്പൊ എഴുതുമ്പോഴൊക്കെയും ഇൻസ്പിറേഷൻ എന്ന് തോന്നിയ എഴുത്തുകാർ ആരായിരിക്കും? അങ്ങനൊന്നും ആരും ഇൻസ്പിറേഷൻ ഞാൻ പറഞ്ഞു. എന്റെ കുടുംബം എന്നൊക്കെ പറയുന്നത് സാധാ കുടുംബം, വായനശീലമുള്ളവരൊന്നും ഇല്ല. പിന്നെ അതുപോലെ തന്നെ അവർ എഴുത്തുകാരായിട്ട് കണക്റ്റഡ് അല്ല, എഴുത്തുകാരില്ല എൻ്റെ ഫാമിലിയിൽ. പിന്നെ ഞാൻ പലപ്പോഴും പരിചയപ്പെടാൻ ചെന്നിട്ടുള്ള എഴുത്തുകാരും നമ്മളോട് നന്നായിട്ടല്ല പെരുമാറിയിട്ടുള്ളത്. പിന്നെ വേദികളിൽ പോയിട്ട് നമ്മൾ, അതായത് റൈറ്റർ ആകുന്നതിന് മുന്നേ നമ്മൾ കാണാനായിട്ട് ചെല്ലും. അപ്പൊ പോലും ചിലപ്പോ നമ്മള് സങ്കടം വരും. ഞാൻ എല്ലാവരോടും ഞാനിപ്പോ സംസാരിക്കാറുണ്ട്. അതിന്റെ കാരണം എന്ന് പറയുന്നത് ഞാൻ അന്ന് ആലോചിച്ചിട്ടുണ്ട്, ഞാൻ എന്തെങ്കിലും ഒരു റൈറ്റർ എന്നുള്ളൊരു ലേബൽ എനിക്ക് കിട്ടുകയാണെങ്കിൽ എൻ്റെ വായനക്കാരോട് ഞാൻ സംസാരിക്കും, അതിനുവേണ്ടി സമയം സ്പെൻഡ് ചെയ്യും. അവരൊരു 3-4 മണിക്കൂറെങ്കിലും എടുത്തിട്ടായിരിക്കും ഒരു ബുക്ക് വായിക്കുന്നത്, ചിലപ്പോൾ കുറെ ദിവസമായിരിക്കും. അപ്പൊ ഇവര് ഇത്രയും ടൈം സ്പെൻഡ് ചെയ്തിട്ട് എൻ്റെ കയ്യിലായിട്ട് 1 മിനിറ്റ് വർത്താനം പറയാൻ വരുമ്പോൾ എനിക്കത് കൈ കൊടുക്കാനോ അവരോട് സംസാരിക്കാനോ പറ്റുന്നില്ല, ഞാൻ തോൽവിയാണ്. അതായത് ആ റൈറ്റിംഗ് ലൈഫിൽ ഞാൻ വിജയിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഇപ്പോ ഈ ഒരു സമയത്ത് പുസ്തകങ്ങൾ വായന വളരെ കുറവാണ്. ഇപ്പോ നമ്മളെ പോലെയുള്ള യങ്സ്റ്റേഴ്സ് കുറവല്ല, ഇപ്പൊ കൂടി എപ്പോഴും വായിക്കാത്ത അല്ലെങ്കിൽ വായനയെ കുറിച്ച് ആലോചിക്കാത്ത, അത് എനിക്കിപ്പോഴും ഒരു പുസ്തകം വായിച്ചു തീർക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്ന മനുഷ്യരും ഉണ്ട്. അപ്പോ
ഇപ്പോൾ അവരിലേക്ക് ഒരു സജഷൻ പറയണം, ഇന്ന ബുക്ക്, ഇപ്പോൾ സ്വന്തം പുസ്തകമാകാം, വേറൊരു പുസ്തകമാകാം, വായിച്ച് സ്വാധീനിക്കപ്പെട്ട ഏതെങ്കിലും ഒരു ബുക്ക്, അങ്ങനെയുള്ളവർക്ക് ഒരു സജഷനായിട്ട് വായന തുടങ്ങാൻ. എന്താ പറയട്ടെ, നമുക്ക് ആർക്കും ബുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ചിലർക്ക് ഹൊറർ ഇഷ്ടമല്ലായിരിക്കും, റൊമാൻസ് ഇഷ്ടമല്ലായിരിക്കും, ത്രില്ലർ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടാവും. അപ്പൊ അവരുടെ എന്താണോ അവരുടെ ഇഷ്ട സാധനം എന്ന് ചോദിക്കുക. ഇപ്പൊ ബുക്ക് സ്റ്റാളിൽ അവർ തന്നെ ചെന്നിട്ട് പറയാ, ചേട്ടാ എനിക്ക് ഡിക്റ്റേറ്റീവ് സ്റ്റോറീസ് ആണ് ഇഷ്ടം, നോവൽസ്. അപ്പൊ അവര് ഒരു 10 ബുക്കെങ്കിലും പരിചയപ്പെടുത്തും. ഇതൊക്കെയാണ്, ഇപ്പൊ നിങ്ങളുടെ ബഡ്ജറ്റ് എത്രയാണ്, 200 രൂപയാണ്, അപ്പൊ ഇത് എടുക്കൂ, അങ്ങനെ അത്. അപ്പൊ ബുക്ക് സ്റ്റാളിൽ ചെന്നിട്ട് അവിടുത്തെ സ്റ്റാൾസിൽ നിൽക്കുന്നവർക്ക് നല്ല ബുദ്ധിയാണ്, അവർക്ക് അറിയാം എന്തൊക്കെയാണ് പോകുന്നത്, എന്തൊക്കെയാണ് പുതിയ ആൾക്കാർക്ക് വേണ്ടതെന്ന്. പിന്നെ നമുക്ക് ഫാമിലിയിലേക്ക് വരാം. വീട്ടിലൊന്നുള്ള ഇപ്പോൾ ഇത്രയും പുസ്തകങ്ങൾ, ഇത്രയും നല്ല സക്സസ്സുകളുണ്ട്, അല്ലെങ്കിൽ നെഗറ്റീവുകളും ഉണ്ട്, എല്ലാവർക്കും ഉണ്ടാവും. എന്നാലും ഇപ്പോൾ വീട്ടിൽ നിന്നൊക്കെ ഉള്ള ഒരു റെസ്പോൺസ് എന്താണ്? ഈ എഴുത്തിലേക്ക് തിരിഞ്ഞപ്പോൾ എന്തായാലും എന്തെങ്കിലുമൊക്കെ വീട്ടിൽ നിന്നൊക്കെ വിമർശനങ്ങൾ ഉണ്ടാവും. ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണ്? പണ്ട് തൊട്ടേ വീട്ടില് അച്ഛനൊന്നും അത്ര ഇഷ്ടമല്ലായിരുന്നു എഴുത്ത്. അപ്പം അതൊക്കെ പിന്നെ മുന്നോട്ട് പോയപ്പോൾ നമ്മൾ തന്നെ പ്രൂവ് ചെയ്ത് ഇങ്ങനെ കാണിച്ചുകൊണ്ട് അതൊരു ചലഞ്ചിങ് ആയിരുന്നു. ഇത് നിന്നെ കൊണ്ട് പറ്റത്തില്ല, അല്ലെങ്കിൽ ഇതൊന്നും നല്ലതല്ല എന്നുള്ളതിൽ നിന്നിട്ട് ഇത് കുഴപ്പമില്ല എന്നതിലായി. പിന്നെ ഇപ്പോ ഓക്കെയാണ്. അതെ അതെ, ഇപ്പൊ ഓക്കെയാണ്. വീട്ടിൽ അച്ഛനുണ്ട്, അമ്മയുണ്ട്, ചേട്ടനുണ്ട്, ചേട്ടത്തിയുണ്ട്, 2 കുട്ടികളുണ്ട്. അപ്പോൾ ഇപ്പം ഞാനിപ്പം കുടുംബ വീട്ടിൽ നിന്ന് ഇപ്പം ജസ്റ്റ് 1 മാസം അയാൾ മാറി താമസിച്ചിട്ട് കലൂര് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് ആലപ്പുഴയിൽ. എൻ്റെ കുടുംബ വീട് പാതിരപ്പള്ളിയാണ്, ആലപ്പുഴയിൽ തന്നെ. അപ്പോൾ എന്നാലും നമ്മളെല്ലാം ഒരുമിച്ച് തന്നെയാണ്. ഇപ്പം ഇന്ന് ഞാൻ പോരുമ്പോഴാണെങ്കിലും എല്ലാവരും അവിടെ വീട്ടിൽ ഒരുമിച്ചുണ്ട്. അപ്പോൾ കുടുംബം എന്ന് പറയുന്നതാണ് എനിക്ക് ഫസ്റ്റ് പ്രയോറിറ്റി. കുടുംബം, കൂട്ടുകാരും. അതെന്ന് പറയുന്നത് നമ്മൾ ഈ ജന്മത്തിൽ നമ്മൾ ആ ഒരു ഫാമിലിയിലാണ് നമ്മൾ അംഗം. അപ്പോൾ അവരെ നമ്മൾ കൂടുതലായിട്ട് അവരുമായിട്ടുള്ള മൊമെന്റ്സ് ഷെയർ ചെയ്യുക, അവർക്ക് സന്തോഷം ഉണ്ടാക്കുക. ഇപ്പൊ എനിക്കാണെങ്കിലും ഇപ്പൊ ഈ ഒരു മൊമെന്റിൽ ഇത്രയും അംഗങ്ങൾ എൻ്റെ കുടുംബത്തിലുണ്ട്, നാളെ ഇവർ ആരൊക്കെ ഉണ്ടാവും എന്ന് എനിക്ക് അറിയത്തില്ല. അപ്പൊ ആ ഒരുമിച്ചുള്ള സമയം മാക്സിമം ഹാപ്പി ആയിട്ട് കൊണ്ടുപോവുക, ആൾക്കാർ അസുഖമില്ലാതെ മുന്നോട്ട് പോവുക, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. പിന്നെ ഞാൻ എല്ലാവരോടും പറയുന്ന, ഞാൻ എന്റെയൊക്കെ ചോദിക്കും, നീ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയിലാണോ എന്ന്. ഇല്ല, ഹെൽത്ത് ഇൻഷുറൻസ് എന്നൊരു സാധനമുണ്ട്, ലൈഫല്ല ഹെൽത്ത്. നമ്മൾക്ക് സ്നേഹം ഉണ്ടെങ്കിൽ കുടുംബത്തിൽ എല്ലാവർക്കും ഹെൽത്ത് ഇൻഷുറൻസ് വേണം. നാളെ ഇപ്പൊ ഞാൻ സാധാരണ കുടുംബമാണ്, നാളെ ഇപ്പൊ എന്തെങ്കിലും ഒന്ന് ഉരുണ്ടു വീണ് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ 2-3 ലക്ഷം ആവാനായിട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല. പക്ഷെ ഇവിടെ നേരെ മറിച്ച് എല്ലാവരും വിചാരം ഇതൊരു ഭയങ്കര വലിയ പൈസയാന്നാ. 10,000 രൂപയുള്ളിൽ നിൽക്കും. ഞാനിത് ഓരോ കൂട്ടുകാരെ ഉപദേശിക്കുമ്പോ, നീ ഇതിലാണോ, നീ അതിലുണ്ടോ, നീ LIC വർക്ക് ചെയ്യുന്നുണ്ടോ? അതെ അതെ. അപ്പൊ ഞാൻ പറയും, ലൈഫ് ഇൻഷുറൻസ് വേറെ, ഹെൽത്ത് ഇൻഷുറൻസ് വേറെ. ലൈഫ് നിങ്ങൾ മരിച്ചു പോയാൽ പൈസ കിട്ടും, അത് നിങ്ങൾ എടുക്കണ്ട. ഹെൽത്ത് അത് നിങ്ങൾ എടുക്കണം എന്ന് പറയും. അപ്പൊ ഞാൻ അതൊക്കെയാണ് കുറച്ച് പ്രയോറിറ്റി. ഫാമിലിയായിട്ട് കൂടുതൽ കണക്ട് ആയതുകൊണ്ട് എല്ലാവർക്കും. അതെ അതെ അതെ. ഞാനതിപ്പോ ചേട്ടനൊക്കെ ഇതിനെപ്പറ്റി ഒരു ബോധമല്ലായിരുന്നു. പക്ഷെ ഒരു തവണ ഒരു അപകടം പറ്റി ആശുപത്രി കിടന്നപ്പോ കുറെ പൈസ പോയപ്പോ, നീ അന്ന് പറഞ്ഞു. അതെ അതെ. അല്ല, എനിക്ക് ആ ബോധം ഇല്ലായിരുന്നു. ഞാനിപ്പോ ഒരു 5-6 വർഷം ആയുള്ളൂ ഞാൻ പോലും എടുത്തിട്ട്. അത് ഞാൻ ആരെങ്കിലും എന്തെങ്കിലും ഉപദേശം പറയാൻ പറഞ്ഞു, ഞാൻ പറയും ഫാമിലി ആയിട്ടുള്ള ഉപദേശം വേണോ, പേഴ്സണൽ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പറയണോ? ഫാമിലിയാണെങ്കിൽ ഇൻഷുറൻസ് എടുത്തോ. അത് ഞാൻ അധികം ആരും പറഞ്ഞു കേട്ടിട്ടില്ലാത്ത ഒരു ഉപദേശം. ആരോടെങ്കിലും ഒരു ഉപദേശം പറയാൻ പറയുമ്പോൾ എല്ലാവരും ഒരു ഇൻഷുറൻസ് എടുക്കാത്തുള്ളൂ. അത് നല്ലൊരു കമ്പനി നോക്കി എടുത്താൽ മതി, അല്ലാതെ ഇന്നത് വേണമെന്നൊന്നുമില്ല. ഞാൻ ഒരു കമ്പനിയൊന്നും കമ്മീഷൻ വാങ്ങിക്കുന്നില്ല. ഞാൻ വാങ്ങിക്കുന്നില്ല, അതെനിക്ക് പറയാനുള്ളൂ. ഭയങ്കര സന്തോഷമുണ്ട് ഇന്ന് അഖിലിനെ ഇന്റർവ്യൂ ചെയ്യാൻ പറ്റിയതിൽ. കാരണം ഞാൻ ഒരു വായനക്കാരിയാണ്, എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലും കുത്തിക്കുറിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയൊരു ഇൻസ്പിറേഷനാണ്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം എല്ലാവരുടെയും പേരിൽ ഞാൻ വളരെ ആദ്യം തന്നെ രാത്രി 12-ന് ശേഷം എന്ന പുസ്തകത്തിനൊരു കൺഗ്രാറ്റുലേഷൻസ് പറയുന്നു. ഇനിയും ഒരുപാട് നല്ല പുസ്തകങ്ങൾ ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നു, സിനിമ വെയിറ്റ് ചെയ്യുന്നു, എപ്പോഴെങ്കിലും ആണെങ്കിലും ഒരു ഡയറക്ഷൻ വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ എല്ലാത്തിനും ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. ഇത്ര നേരം എന്നെ കണ്ടുകൊണ്ടിരുന്ന പ്രേക്ഷകർക്കാണെങ്കിലും ഇന്റർവ്യൂ ചെയ്ത ഇയാൾക്കാണെങ്കിലും ഇവിടേക്ക് വിളിച്ചു വരുത്തിയ ആൾക്കാർക്കാണെങ്കിലും താങ്ക് യു സോ മച്ച്. ഓക്കെ.